ജപമണികളിലൂടെ ഈശോയിലെത്താൻ ദൈവം തന്നൊരു നിധിയാണമ്മ. ജീവിത വ്യഥകളിൽ നീറിടുമ്പോൾ താങ്ങായെത്തുന്നോരമ്മ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ജപമണികളിലൂടെ പരിശുദ്ധ അമ്മയുടെ കരം പിടിച്ച് നമ്മൾ ഈശോയിലേക്ക് അടുക്കുന്ന മറ്റൊരു എപ്പിസോഡിലേക്ക് നമ്മൾ കിടക്കുകയാണ്. ഈശോയ്ക്ക് നമുക്ക് നന്ദി പറയാം. പരിശുദ്ധ അമ്മയ്ക്ക് പ്രത്യേക മധ്യസ്ഥത്തിന് അമ്മ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിനെല്ലാം ഓർത്ത് നന്ദി പറയാം. ഒക്ടോബർ മാസത്തിലെ മറ്റൊരു അനുഗ്രഹീതമായ ദിവസത്തിലാണ് നമ്മൾ. അമ്മയോട് നമ്മൾ കൂടുതൽ അടുക്കുകയാണ്, ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുകയാണ്. നമ്മുടെ പ്രാർത്ഥനകളെല്ലാം ദൈവത്തിരുസന്നിധിയിലേക്ക് പരിശുദ്ധ അമ്മ വഴി നമ്മൾ സമർപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ഈ ശുശ്രൂഷ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ, ഇതിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ, ആരാധനയിൽ സംബന്ധിക്കുമ്പോഴെല്ലാം നിങ്ങൾക്ക് വേണ്ടി സ്വർഗം തുറന്ന് ഇരിപ്പുണ്ട്. ആ സ്വർഗത്തിൻ്റെ വാതിലുകൾ തുറക്കാൻ പരിശുദ്ധ അമ്മ ഒരു താക്കോലും കൊണ്ട് നിൽപ്പുണ്ട്. ആ താക്കോലിൻ്റെ പേരാണ് ജപമാല. ഒക്ടോബർ മാസം നമ്മൾ ഈ ജപമാല ഒത്തിരി തവണ കരങ്ങളിൽ എടുക്കുമ്പോൾ ഓരോ തവണയും സ്വർഗത്തിൻ്റെ വാതിലുകൾ തുറക്കപ്പെടുകയാണ്. നമ്മുടെ പ്രാർത്ഥനയും നമ്മുടെ നന്ദിയും എല്ലാം, നമ്മുടെ സങ്കടങ്ങളും നമ്മുടെ ആവശ്യങ്ങളും സ്വപ്നങ്ങളും എല്ലാം തിരുസന്നിധിയിലേക്ക് ഉയരുകയാണ്. നിങ്ങളുടെ പ്രാർത്ഥനകളെല്ലാം നമ്മുടെ ഈ ശുശ്രൂഷയിലേക്ക് ഒക്കെ നിങ്ങൾ നമ്മുടെ വാട്സപ്പിലൊക്കെ അയക്കുന്ന എല്ലാ നിയോഗങ്ങളും നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്. പ്രത്യേകമായിട്ട് നിങ്ങൾക്ക് അറിയാവുന്നതുപോലെ നമ്മൾ ഈ മാസത്തിൻ്റെ അവസാനത്തെ ദിവസങ്ങളിലൊക്കെ ജപമാലയിൽ, ആരാധനയിലും ഒക്കെ, മധ്യസ്ഥ പ്രാർത്ഥനയിലും ഒക്കെ നിങ്ങളുടെ നിയോഗങ്ങളൊക്കെ എടുത്ത് സമർപ്പിക്കുന്നുണ്ട്. നിങ്ങളുടെ പേഴ്സണലായ നിയോഗങ്ങളെല്ലാം എഴുതി സമർപ്പിക്കുക. ഈ ഒരു വലിയ ശുശ്രൂഷ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്ന്, പല ടൈം സോണുകളിൽ നിന്ന് നിങ്ങളിത് കൂടുമ്പോൾ നിങ്ങൾ അയക്കുന്ന നിയോഗങ്ങളും എല്ലാം ഈ ഒരു മാസക്കാലം ഈശോയുടെ സന്നിധിയിലേക്ക് പരിശുദ്ധ അമ്മയുടെ കരങ്ങളിൽ എടുത്തു വെച്ച് ജപമാലയിൽ കോർത്തിണക്കി നമ്മൾ കൊടുക്കുകയാണ്. എല്ലാ ജീവിതത്തിനും പ്രകാശം തരുന്ന, എല്ലാ ഇരുട്ടുകളിൽ നമ്മളെ മഹത്വത്തിലേക്ക് നയിക്കുന്ന ഈശോയുടെ സ്നേഹം അമ്മയോട് ചേർന്ന് നമ്മൾ അനുഭവിക്കുകയാണ്. നമുക്ക് ആ യാത്ര മുന്നോട്ട് പോകാം. അമ്മയുടെ കരം പിടിച്ച് ഈശോയുടെ മുഖം തേടി നമുക്ക് യാത്ര തുടരാം. ഇന്ന് ഈ പ്രത്യേക ദിവസം പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ പ്രാർത്ഥിക്കുന്ന ഒരു നിയോഗം, രോഗപീഠകളാൽ ക്ലേശിക്കുന്ന എല്ലാ മക്കൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. വിവിധ രോഗങ്ങൾ, ആത്മീയം, മാനസികം, ശാരീരികമായ സംഘർഷങ്ങൾ, അസ്വസ്ഥതകളൊക്കെ അനുഭവിക്കുന്ന എല്ലാവർക്കും വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. പ്രത്യേകിച്ച് രോഗപീഠകളാൽ, പകർച്ചവ്യാധികളാലൊക്കെ ഭവനങ്ങളിലോ ആശുപത്രികളിലോ ഒക്കെ ക്ലേശങ്ങൾ അനുഭവിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ടവർ, അവരെല്ലാം നമ്മൾ ഈ സമയം ഈശോയ്ക്ക് കൊടുക്കുകയാണ്. പരിശുദ്ധ അമ്മ വലിയൊരു മധ്യസ്ഥമായി രോഗപീഠകളാൽ ക്ലേശിക്കുന്ന എല്ലാവരുടെയും കൂടെ ഉണ്ടായിരിക്കട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കണം, നമുക്കത് പ്രാർത്ഥിക്കണം. നമ്മൾ ഈ ദിവസം ചെയ്യാൻ പോകുന്നൊരു നന്മ പ്രവൃത്തി, നമുക്കറിയാം, സ്വർഗം തന്ന വലിയൊരു പ്രാർത്ഥനയാണ്. പരിശുദ്ധ അമ്മ നമുക്ക് തന്നൊരു പ്രാർത്ഥനയാണ്, എത്രയും ദയുള്ള മാതാവേ എന്നുള്ള പ്രാർത്ഥന. രോഗപീഠകളാൽ ക്ലേശിക്കുന്ന ആരെങ്കിലും ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ വ്യക്തിപരമായും നിങ്ങളുടെ പ്രിയപ്പെട്ട ആരെങ്കിലും, നിങ്ങൾക്ക് അറിയാവുന്ന ആരെങ്കിലും അങ്ങനെ രോഗപീഠകളാൽ ക്ലേശിക്കുന്നുണ്ടെങ്കിൽ, ഇന്ന് ഈ ദിവസം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന വലിയൊരു നന്മ പ്രവൃത്തി, ഒന്ന്, നമ്മൾ തുടർന്ന് ചെയ്യുന്ന ആരാധനയിൽ നമ്മുടെ രോഗങ്ങൾ, ക്ലേശങ്ങളൊക്കെ സമർപ്പിക്കാം. ഒപ്പം ഇന്ന് സമയമെടുത്ത് 3 തവണ എത്രയും ദയുള്ള മാതാവേ എന്ന പ്രാർത്ഥന ചൊല്ലി എല്ലാ രോഗികൾക്ക് വേണ്ടി കാഴ്ചവെക്കാം. 3 എത്രയും ദയുള്ള മാതാവേ എന്ന പ്രാർത്ഥന ചൊല്ലി രോഗികളായ എല്ലാ മക്കൾക്ക് വേണ്ടി കാഴ്ചവെക്കുക. നമ്മൾ ഈ ശുശ്രൂഷ ആരംഭിക്കുന്ന ഈ സമയം തന്നെ നമുക്ക് പ്രത്യേകമായിട്ട് രോഗപീഠകളാൽ ക്ലേശിക്കുന്ന എല്ലാവർക്കും പ്രാർത്ഥിക്കാം. ഈ വചനം നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഈ സമയം, ഇന്ന് ഈ ആരാധനയിൽ നിങ്ങൾ പങ്കെടുക്കാൻ ഒരുങ്ങുന്ന ഈ സമയം, രോഗങ്ങളെ കർത്താവിന് കൊടുക്കാം. പരിശുദ്ധ അമ്മയ്ക്ക് സൗഖ്യത്തിൻ്റെ ഒരു കരമുണ്ട്. നമ്മൾ വിശുദ്ധ ഗ്രന്ഥത്തിൽ വായിക്കുന്നില്ലെങ്കിലും നമുക്ക് സൂചനയിൽ കണ്ടുപിടിക്കാൻ പറ്റുന്ന ചില കാര്യങ്ങളുണ്ടല്ലോ. അമ്മ കുഞ്ഞായിരുന്ന ഉണ്ണീശോയെ എടുത്ത് നടന്നത്, അതൊരു ശുശ്രൂഷയാണ് അല്ലേ? കുഞ്ഞുമാവയായിരുന്ന ഈശോയ്ക്ക് എന്തെങ്കിലും രോഗം വന്നാണോ എന്ന്, നമുക്ക് വന്നിട്ടുണ്ടോ എന്ന് നമുക്കറിയില്ല. വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് അമ്മയായിരിക്കും ലാളിച്ചത്, ചേർത്ത് പിടിച്ചതല്ല. അങ്ങനെ അമ്മയുടെ ലാളന നിറഞ്ഞ ആ കരങ്ങളിലേക്ക് എല്ലാ രോഗങ്ങളാൽ ക്ലേശിക്കുന്നവരെ നമുക്ക് കൊടുക്കാം. കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് പിടിക്കാം. പ്രത്യേകിച്ച് ഈ ശുശ്രൂഷ നിങ്ങൾ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോൾ എന്തെങ്കിലും മാനസികമായ സംഘർഷത്തിലോ ശാരീരികമായ ബുദ്ധിമുട്ടുകളിലൂടെയൊക്കെ കടന്നു പോകുന്നുണ്ടെങ്കിൽ വിശ്വസിക്കുക, അമ്മ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. അമ്മ തൻ്റെ നീലക്കാപ്പ കൊണ്ട് നിൻ്റെ അസ്വസ്ഥത നിറഞ്ഞ ശരീരത്തെ, അസ്വസ്ഥത നിറഞ്ഞ മനസ്സിനെ പൊതിഞ്ഞു പിടിക്കുന്നുണ്ട്. ഈശോയിലേക്ക് അതെല്ലാം എടുത്തു കൊടുക്കുന്നുണ്ട്. അമ്മയുടെ കരങ്ങളിലേക്ക് എല്ലാ രോഗപീഠകളെ, വേദനകളെ ഈ ദിവസം കൊടുത്തുകൊണ്ട് നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ,
പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈശോ കനിഞ്ഞ് അനുഗ്രഹിച്ച് തന്ന നല്ലൊരു ദിവസമാണ്. നമുക്കിത് പഠിക്കാനുള്ളൊരു വചനം, നമ്മൾ ചെയ്യാനുള്ള നന്മ പ്രവൃത്തി, നമ്മൾ ചെയ്യുന്ന ഒരു വലിയ കാര്യമൊക്കെ നമ്മൾ ധ്യാനിക്കുന്നതോടൊപ്പം നമ്മൾ പതിപോലെ പഠിക്കുന്ന ഒരു വചനം സങ്കീർത്തന പുസ്തകം 73-ാമത്തെ അധ്യായമാണ്. 73-ാം അധ്യായം അതിൻ്റെ 23-ഉം 24-ഉം വാക്യങ്ങൾ. Psalm 73 verses 23 and 24. 73-ാം സങ്കീർത്തനത്തിൻ്റെ 23-24 വാക്യങ്ങൾ ഇങ്ങനെയാണ്. ആസാഫിൻ്റെ സങ്കീർത്തനമാണ്. ആസാഫ് ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണ്: ദൈവമേ, ഞാൻ നിരന്തരം നിൻ്റെ കൂടെയാണ്, ഞാൻ നിരന്തരം അങ്ങയുടെ കൂടെയാണ്. എന്നിട്ട് ആസാഫ് ഇങ്ങനെ പറയുന്നു: അവിടുന്ന് എൻ്റെ വലത് കൈ പിടിച്ചിരിക്കുന്നു, അവിടുന്ന് ഉപദേശം നൽകി എന്നെ നയിക്കുന്നു, പിന്നീട് മഹത്വത്തിലേക്ക് എന്നെ നയിക്കും. ആസാഫിൻ്റെ വളരെ ഹൃദയം നിറഞ്ഞൊരു, ഹൃദയം കൊണ്ട് എഴുതി വെച്ചൊരു സങ്കീർത്തനമാണ്. ആസാഫ് ഇങ്ങനെ സങ്കടങ്ങളിൽ നിന്നാണ് ഇത് പറയുന്നത്, പ്രാർത്ഥിക്കുന്നത്. അവൻ നന്മ ചെയ്തൊക്കെ വെറുതെ ആയിപ്പോയി, കൽപ്പനകൾ പാലിച്ചൊക്കെ വെറുതെ ആയിപ്പോയി, ദുഷ്ടൻ ഐശ്വര്യം പ്രാപിക്കുന്നു, നന്മ ചെയ്ത എനിക്ക് ദുഃഖം മാത്രമേ ഉള്ളൂ, എനിക്കൊരു സന്തോഷമില്ല. അങ്ങനെ ഒരു സങ്കടത്തിൽ നിന്നുകൊണ്ടോ ഒരു പ്രത്യാശയോടുകൂടി തന്നെ ആസാഫ് ഇത് എഴുതുകയാണ്. ആ വാക്യം ഇങ്ങനെയാണ്, 23-24 നമ്മളിപ്പോൾ വായിച്ചു കേട്ടത്. നമ്മളിന്ന് കാണാപ്പാഠം പഠിക്കാൻ പോകുന്ന വചനം അത് തന്നെയാണ്. ഞാൻ നിരന്തരം ദൈവത്തിൻ്റെ കൂടെയാണ്, അവിടുന്ന് എൻ്റെ കൈ പിടിച്ചിട്ടുണ്ട്, ഉപദേശം നൽകി എന്നെ നയിക്കും, പിന്നീട് മഹത്വത്തിലേക്ക് എന്നെ എത്തിക്കുമെന്ന്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്ക് എടുക്കേണ്ട ഒരു തീരുമാനം ഇതാണ്. സ്വർഗം ഭൂമിയോട് അറിയിച്ച സുവിശേഷത്തെക്കുറിച്ച് നമ്മൾ ഈ ദിവസങ്ങളൊക്കെ ധ്യാനിച്ചു. മറിയത്തോട് ഗബ്രിയേൽ ദൂതൻ വന്ന് പറഞ്ഞത്, ദൈവം നിൻ്റെ കൂടെ, കർത്താവ് നിൻ്റെ കൂടെ. നമ്മളും ആഗ്രഹിക്കുന്ന ഒരു കാര്യമല്ലേ, നമ്മുടെ ദുഃഖത്തിൻ്റെ വേളകളിൽ, നമ്മുടെ സങ്കടങ്ങളിൽ, നമ്മുടെ കൺഫ്യൂഷൻസിൽ നമുക്കൊരു തീരുമാനം എടുക്കാൻ പറ്റാത്ത ഒരു സമയത്ത്, നമ്മളിങ്ങനെ ഒരു ഇരുട്ടിലായിരിക്കുന്ന സമയത്തൊക്കെ നമ്മൾ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തിട്ടുള്ള കാര്യമാണ്, ഈശോയെ എൻ്റെ കൂടെ ഉണ്ടാകണം, എൻ്റെ കൂടെ വേണം. നമുക്ക് ആ ഒരു ബോധ്യം കിട്ടിയാൽ, നമ്മൾ ഈ ദിവസങ്ങളൊക്കെ ചിന്തിച്ചല്ലോ, ആ ബോധ്യം നമ്മുടെ ഉള്ളിലുണ്ട്, ഈശോ കൂടെ ഉണ്ടെന്നൊരു ഒരു ഓർമ്മ നമുക്കുണ്ടെങ്കിൽ എന്തിനേയും അതിജീവിക്കാൻ നമുക്ക് പറ്റൂല്ലേ. പാപത്തെ അതിജീവിക്കാം, ജീവിത സാഹചര്യങ്ങളെ, പ്രലോഭനങ്ങളെ എല്ലാം അതിജീവിക്കാം, കർത്താവ് കൂടെ ഉണ്ടെന്ന ബോധ്യം ഉള്ളിൽ നിറഞ്ഞാൽ. ആസാഫ് പക്ഷേ നമുക്ക് മറ്റൊരു ഉദാഹരണം കാണിച്ചു തരികയാണ്. എന്താണ്? കർത്താവേ, നീ എൻ്റെ കൂടെ ഉണ്ടാവണേ എന്നല്ല അയാൾ പ്രാർത്ഥിക്കുന്നത്, ഞാൻ നിൻ്റെ കൂടെയാണ്. ദുഷ്ടൻ ഐശ്വര്യം പ്രാപിക്കുന്നു, എനിക്ക് നന്മയൊന്നും വരുന്നില്ല, എനിക്ക് സങ്കടങ്ങളും ദുഃഖങ്ങളുമാണ്. പക്ഷെ അവൻ പറയാണ്, എന്നെ വന്നാലും ഞാൻ കർത്താവേ നിൻ്റെ കൂടെയാണ്. ആ ബോധ്യം, ആ പ്രാർത്ഥന എന്തുകൊണ്ട് ആസാഫ് നടത്തുന്നതെന്നറിയോ? 24-ാമത്തെ വാക്യത്തിൽ അയാൾക്കുണ്ടായിരുന്ന ഒരു വിശ്വാസം അയാൾ പ്രഖ്യാപിക്കുന്നുണ്ട്. എന്ത്? പിന്നീട് അവിടുന്ന് തന്നെ മഹത്വത്തിലേക്ക് നയിക്കും. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ജപമാല മാസത്തിൽ ജപമണികൾ ഉരുട്ടി പ്രാർത്ഥിച്ച് അത് കയ്യിലെടുത്ത് നമ്മൾ ഈശോയിലേക്ക് അടുക്കാൻ ശ്രമിക്കുമ്പോൾ, ജീവിത സാഹചര്യങ്ങളുടെ വേദനകളും സങ്കടങ്ങളും പ്രാർത്ഥനകളും ഒക്കെ ഈ ജപമണികളിൽ നമ്മൾ ഈശോയിലേക്ക് കൊടുക്കുമ്പോൾ, നമ്മുടെ ഉള്ളിൽ ആസാഫിൻ്റെ ഒരു ബോധ്യം ഉണ്ടാവണം. ആസാഫിന് കിട്ടിയ തെളിച്ചം നമ്മുടെ ഉള്ളിൽ ഉണ്ടാവണം. എന്ത്? ഇപ്പം ദുഃഖത്തിലായിരിക്കാം, ഇപ്പം കണ്ണുനീരിലായിരിക്കാം, പക്ഷെ അവൻ എൻ്റെ കരം പിടിച്ചിട്ടുണ്ട്, ഞാൻ അവൻ്റെ കൂടെയാണ്, എനിക്ക് ഉപദേശം നൽകുന്നത് കർത്താവാണ്, അവൻ സംസാരിക്കുന്നുണ്ട് എന്നോട് വചനത്തിലൂടെ, അവൻ പിന്നീട് എന്നെ മഹത്വത്തിലേക്ക് നയിക്കും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദുഃഖത്തിൻ്റെ ഘനീഭാവത്തിൽ ഉറഞ്ഞുകൂടി തീരേണ്ടതല്ല നമ്മുടെ ജീവിതം. സങ്കടങ്ങളുടെ പെയ്ത്തൊഴുക്കിൽ ഒലിച്ചു പോവേണ്ടതല്ല നമ്മുടെ ജീവിതം. കല്ലറയുടെ ഇരുട്ടിലോ കുരിശിൻ്റെ ആണികളിലോ തീരേണ്ടതല്ല നമ്മുടെ ജീവിതം. ഈ കല്ലറയ്ക്ക്, ഈ ഇരുട്ടിന്, ഈ കുരിശിന് ശേഷം ഒരു ഉദ്ധാനമുണ്ട്, മഹത്വമുണ്ട്, മഹിമയുടെ ദിവസങ്ങൾ നമുക്ക് ബാക്കി നിൽപ്പുണ്ട്. ആ ബോധ്യം നമ്മുടെ ഉള്ളിലേക്ക് പരിശുദ്ധ അമ്മ തരുന്ന രഹസ്യങ്ങളാണ് മഹിമയുടെ രഹസ്യങ്ങൾ. നമ്മൾ ഈ ദിവസങ്ങളിലൊക്കെ ഈ ജപമണികൾ പ്രാർത്ഥിക്കുമ്പോൾ ഓരോ രഹസ്യങ്ങളെയും കുറിച്ചൊക്കെ ഇങ്ങനെ ധ്യാനിച്ചു വരികയാണ്. നമ്മുടെ സന്തോഷത്തിൻ്റെ, നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട സന്തോഷം, നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആനന്ദത്തിൻ്റെ സുവിശേഷം ഈശോയാണെന്ന് നമ്മൾ പഠിച്ചു. നമ്മുടെ ജീവിതത്തിൽ പ്രകാശമാകേണ്ടത് ഈശോയാണ്. ആ ഈശോ എന്ന പ്രകാശത്തിലേക്ക് നമ്മൾ നടക്കുമ്പോൾ ആ പ്രകാശത്തിൽ നിന്ന് ചൂട് ലഭിച്ച് ലോകത്തിന് പ്രകാശമാകാൻ പറ്റും എന്ന് നമ്മൾ പഠിച്ചു. ഒപ്പം തന്നെ നമ്മുടെ ജീവിതത്തിൻ്റെ ചില യാഥാർത്ഥ്യങ്ങളുടെ മുഖം, ദുഃഖത്തിൻ്റെ രഹസ്യങ്ങൾ നമ്മളെ കാണിച്ചു തന്നു ഈശോ. പരിശുദ്ധ അമ്മ നമുക്ക് വെളിച്ചം തന്നു. പല ദുഃഖങ്ങൾക്കും കാരണം നമ്മുടെ പാപങ്ങളാണ്, ഈശോയെ ദുഃഖിപ്പിച്ചതും നമ്മുടെ പാപങ്ങളാണെന്ന് നമുക്ക് പരിശുദ്ധ അമ്മ ദുഃഖത്തിൻ്റെ രഹസ്യങ്ങളിലൂടെ കാണിച്ചു തരികയാണ്. ആ ദുഃഖത്തിൻ്റെ രഹസ്യങ്ങളിൽ അവസാനിക്കായിരുന്നില്ല, ഒരു വഴി അവിടെ പരിശുദ്ധ അമ്മ തുറന്നു വെച്ചിട്ടുണ്ട്. കുരിശിൽ തീരാനുള്ളതല്ല ഒരാളുടെയും ജീവിതം, സങ്കടങ്ങളിൽ മുങ്ങിത്തീരാനുള്ളതല്ല, കളിയാക്കലുകളിലോ ഒറ്റപ്പെടലുകളിലോ ഒറ്റുകൊടുക്കലുകളിലോ തീരാനുള്ളതല്ല ഒരാളുടെ ജീവിതമെന്ന് ദുഃഖത്തിൻ്റെ രഹസ്യം അവസാനിക്കുമ്പോൾ ഒരു വാതിൽ തുറന്നിട്ടുകൊണ്ട് പരിശുദ്ധ അമ്മ കാണിച്ചു തരുന്നുണ്ട്, ഈശോ കാണിച്ചു തരുന്നുണ്ട്. ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് ആ ദുഃഖത്തിൻ്റെ അടഞ്ഞ അധ്യായത്തിൽ നിന്നും ദൈവം തുറക്കുന്ന മഹിമയുടെ വാതിലിലേക്കുള്ള, ആ വാതിൽ നിന്നും അരിച്ചിറങ്ങുന്ന പ്രകാശത്തിലേക്കുള്ള ഒരു യാത്രയാണ്. നമുക്ക് നമ്മുടെ ജപമാല കരങ്ങളിലെടുക്കാം. കഴിഞ്ഞ കാലങ്ങളുണ്ടായ എല്ലാ സങ്കടങ്ങളും ദുഃഖങ്ങളുടെയും വലിയൊരു കഥ നമുക്ക് പറയാനുണ്ടാകും, വലിയൊരു ചരിത്രം നമുക്ക് എഴുതാനുണ്ടാകും.
ആ പുസ്തകത്തിൻ്റെ കഴിഞ്ഞ താളുകളിൽ മുഴുവൻ സങ്കടത്തിൻ്റെതാകാം, ദുഃഖത്തിൻ്റെതാകാം. പക്ഷേ കർത്താവിനെയും ബാക്കി വെച്ച എഴുതാത്ത ചില താളുകൾ നിൻ്റെ ജീവിതത്തിൻ്റെ പുസ്തകത്തിന് ബാക്കിയുണ്ട്. ഒന്നും എഴുതിയിട്ടില്ല, പക്ഷെ അവൻ അവിടെയെല്ലാം മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. മഹിമയുടെ ദിവസങ്ങൾ, മഹത്വത്തിൻ്റെ മണിക്കൂറുകൾ, സന്തോഷത്തിൻ്റെ സുദിനങ്ങൾ നിനക്ക് വേണ്ടി അത് അനുവദിച്ച് വെച്ചിരിക്കുന്നത്, അത് സമ്മാനമായി ഒരുക്കി വെച്ചിരിക്കുന്നത് ഈ ദുഃഖത്തിൽ ഒതുങ്ങി നിൽക്കാത്തവർക്ക് വേണ്ടി, ആ ദുഃഖത്തിൽ കർത്താവിനെ വിളിക്കുന്നവർക്ക് വേണ്ടി അവൻ മഹിമയുടെ സിംഹാസനം, മഹിമയുടെ ദിവസങ്ങൾ ഒരുക്കി വെച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ജപമാല അതിലേക്കാണ് നിങ്ങളെ വഴിതെളിക്കാൻ പോകുന്നത്. സന്തോഷത്തിൽ നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ഈശോ എന്ന പ്രകാശത്തിലേക്ക് നിങ്ങളെ വഴി നടത്തിയ ജപമാല, ദുഃഖത്തിൻ്റെ സമയത്ത് നിങ്ങൾ മുറുകെ പിടിച്ച് ഈ ജപമാല മഹത്വത്തിൻ്റെ ദിവസങ്ങളിലും സന്തോഷം നിറഞ്ഞ ഹൃദയത്തോടെ നിങ്ങളെടുത്ത് കരങ്ങളിൽ പിടിക്കണം. ഇന്ന് ദുഃഖമാണെങ്കിൽ, ഇന്ന് സങ്കടമാണെങ്കിൽ, ഇന്ന് ഉത്തരം കിട്ടാത്ത വാതിലുകൾക്ക് മുമ്പിൽ നിങ്ങൾ നിർനിമേഷരായി നിൽക്കുകയാണെങ്കിൽ, പർവ്വതം പോലെ വലുതായ സങ്കടങ്ങൾക്ക് മുമ്പിൽ നിങ്ങൾ മുട്ടുകുത്തി നിൽക്കുകയാണെങ്കിൽ, തിരമാല പോലെ വേദനകൾ നിങ്ങളെ മുക്കിക്കളയാൻ ശ്രമിക്കുകയാണെങ്കിൽ, എഴുന്നേറ്റോടാൻ, എഴുന്നേറ്റ് നിൽക്കാൻ, എഴുന്നേറ്റ് വീണ്ടും ജീവിതത്തെ ഫേസ് ചെയ്യാൻ, വിശുദ്ധിയോടെ ജീവിക്കാൻ നിങ്ങളെ സഹായിക്കാൻ പോകുന്നത് ഈ ആയുധമാണ്. അതെടുത്ത് കരങ്ങളിൽ പിടിക്കും. ഇന്ന് നമ്മൾ മഹിമയുടെ രഹസ്യങ്ങൾ പേഴ്സണലായിട്ടൊന്ന് ധ്യാനിക്കണം. ഈ ഒക്ടോബർ മാസത്തിൽ പല സമയത്ത് ഓരോ ദിവസങ്ങൾ മാറി മാറി വരുന്നതനുസരിച്ച് ഈ മഹിമയുടെ രഹസ്യങ്ങൾ നിങ്ങൾ ചൊല്ലുമ്പോഴെല്ലാം ഈ പ്രാർത്ഥനയോടെ വേണം നിങ്ങൾ ചൊല്ലാൻ. എൻ്റെ ദൈവം ഇരുട്ടിലേക്ക് എന്നെ ഇട്ടേച്ച് മാറി നിൽക്കുകയല്ല, അവൻ എന്നെ ദുഃഖത്തിലേക്ക് ശപിച്ച് തള്ളിയേക്കല്ല. ദുഃഖം ഞാൻ കടന്നു പോയിട്ടുണ്ടെങ്കിൽ, കുരിശ് ഞാൻ എടുക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ, കുരിശിൻ്റെ വഴി ഞാൻ നടക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ, ഒരു കല്ലറയുടെ ഏകാന്തതയിലേക്ക്, നിശബ്ദതയിലേക്ക് ഞാൻ ഒതുങ്ങിപ്പോവേണ്ട അവസ്ഥകൾ വന്നിട്ടുണ്ടെങ്കിൽ, അവിടെ ഒതുക്കാനല്ല കർത്താവ് എൻ്റെ ജീവിതത്തേക്ക് മാറ്റി വെച്ചിരിക്കുന്നത്. മഹിമ മുമ്പിലുണ്ട്. ഇരുട്ട് മനസ്സിനെ ബാധിക്കാം, ഈ കല്ലറയുടെ അനുഭവം ശരീരത്തെ ബാധിക്കാം. പക്ഷേ കല്ലറയിൽ നിന്ന് ലാസറിനെ പുറത്തോട്ട് കൊണ്ടുവന്ന കർത്താവ് ഈ ഇരുട്ടിലേക്ക്, മരണത്തിൻ്റെ അടിയിലേക്ക് പോലും, മരിച്ചവരുടെ ഇടയിലേക്ക് പോലും, പാതാളങ്ങളിലേക്ക് പോലും ഇറങ്ങി വന്ന കർത്താവിന് നിന്നെ മഹത്വത്തിലേക്ക് എടുക്കാൻ പറ്റും. ജപമാല എടുക്കുക, കരങ്ങൾ ഉയർത്തിപ്പിടിക്കുക. നമ്മളിന്ന് പേഴ്സണലായിട്ട്, വ്യക്തിപരമായിട്ട്, പ്രത്യേകിച്ച് ഈ മാസം ഒക്കെ പലതവണ മഹിമയുടെ രഹസ്യം ചൊല്ലുമ്പോൾ, ദൈവമേ ഉള്ളിലേക്ക് വലിയൊരു ശക്തി നൽകണമേ. ഞാൻ ഈ ചൊല്ലുന്ന 50 മണികളിലേക്ക് വലിയൊരു ശക്തി സമയമയക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മൾ എത്രയോ ജപമാലകൾ ഈ കൊന്ത ഉപയോഗിച്ച് ചൊല്ലിയിട്ടുണ്ട്. ഈ ആയുധം ഉപയോഗിച്ച് നമ്മൾ ഒത്തിരി യുദ്ധം ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ശക്തി ഓരോ ദിവസവും വർദ്ധിക്കുകയാണ്. നീ ചൊല്ലുന്ന ഓരോ ജപമാലയിലും ഇതിൻ്റെ ശക്തി കൂടിക്കൊണ്ടിരിക്കുകയാണ്. ആ ജപമാലയെ ഈശോയുടെ കരങ്ങളിലേക്ക് കൊടുക്കാം. അമ്മയുടെ കരങ്ങളിൽ ഈ ജപമാലയുടെ ഒരറ്റം എടുത്തു കൊടുക്കാം. അമ്മ നമ്മുടെ കൂടെ പ്രാർത്ഥിക്കും, സ്വർഗത്തെ കാണിച്ചു തരും, ഈശോയെ കാണിച്ചു തരും. ഏറ്റുചൊല്ലി ഉറച്ച ബോധ്യത്തോടെ പ്രാർത്ഥിക്കുക. മറിയത്തിൻ്റെ പരിശുദ്ധ ജപമാലയെ, മറിയത്തിന്റെ പരിശുദ്ധ ജപമാലയെ, എന്നെ ഈശോയിലേക്ക് അടുപ്പിക്കുന്ന സ്നേഹചങ്ങലയെ, നാരകീയ ശക്തികളുടെ ആക്രമണങ്ങളിൽ നിന്നും എനിക്ക് സംരക്ഷണം തരുന്ന ശക്തി ദുർഗമേ, ഞാൻ നിന്നെ ഒരിക്കലും ഉപേക്ഷിക്കില്ല. മരണസമയത്ത് നീ എന്റെ ആശ്വാസമായിരിക്കും. ജീവൻ പിരിയുമ്പോൾ എന്റെ അവസാന ചുംബനം നിനക്കായിരിക്കും. ഏറ്റവും പ്രിയപ്പെട്ട അമ്മേ, പാപികളുടെ സങ്കേതമേ, ക്ലേശിക്കുന്നവരുടെ ആശ്വാസമേ, അങ്ങ് സ്വർഗത്തിലും ഭൂമിയിലും എന്നും വാഴ്ത്തപ്പെടട്ടെ. ആമേൻ. അമ്മേ എന്നമ്മേ, സ്നേഹത്തിനമ്മേ, സഹനത്തിൻ കൂട്ടായി വരണേ. കാൽവരി ക്രൂശിൽ ഈശോയെ നോക്കാൻ സ്നേഹത്തിൻ കൂട്ടായി വരണേ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈശോയുടെ കരങ്ങളിലേക്ക് പരിശുദ്ധ അമ്മ വഴി നമ്മൾ ഈ സമർപ്പിക്കുന്ന പ്രാർത്ഥനകളെല്ലാം സ്വർഗം സ്വീകരിക്കുന്നു എന്ന ബോധ്യത്തിൽ നമ്മൾ ഇന്ന് ചിന്തിക്കാൻ പോവുകയാണ്. തുടർന്ന് ഈ സമയത്ത് മഹിമയുടെ ദൈവരഹസ്യങ്ങളെക്കുറിച്ചും നമുക്കറിയാം. ഈശോയുടെ പീഡാനുഭവം കഴിഞ്ഞ് ഉദ്ധാനത്തിൻ്റെ പാതകൾ, പിന്നീട് പരിശുദ്ധ അമ്മയ്ക്ക് ലഭിക്കുന്ന ഒരു മഹത്വം, ഇതിനെക്കുറിച്ചാണ് ഈ മഹിമയുടെ രഹസ്യങ്ങളിൽ നമ്മൾ ആഴത്തിൽ ധ്യാനിക്കുക. നമുക്കറിയാം 5 രഹസ്യങ്ങൾ. ഒന്നാം രഹസ്യം ഈശോയുടെ ഉദ്ധാനമാണ്.
അതിനുശേഷം ഈശോ ശിഷ്യന്മാരുടെ കൂടെ നടന്നൊരു 40 ദിവസത്തോളം അവരെ മറ്റൊരു ടീച്ചിങ് ഒക്കെ നൽകുന്നു. അവർക്ക് കൽപ്പനകൾ കൊടുക്കുന്നു, ജെറുസലേമിൽ നിൽക്കാൻ പറയുന്നു, കൂടെ ഉണ്ടാകുന്നുള്ള ബോധ്യങ്ങളൊക്കെ തന്ന് ഈശോ സ്വർഗത്തിലേക്ക് എഴുന്നള്ളി പോകുന്നത് നമ്മുടെ 2-ാം രഹസ്യത്തിൽ ധ്യാനിക്കുന്നുണ്ട്. അങ്ങനെ ഈശോയുടെ വാക്ക് കേട്ട്, ഈശോയുടെ ഈ കൽപ്പന കേട്ട് പ്രാർത്ഥിച്ച് പരിശുദ്ധ അമ്മയുടെ നേതൃത്വത്തിൽ ഒരു സംഘം ഒരുങ്ങുകയാണ്. പിന്നീട് ലോകത്തെ മുഴുവൻ തലകീഴും മറിക്കാൻ പറ്റുന്നൊരു സംഘം. നമ്മൾ അപ്പോസ്തല പ്രവർത്തനത്തിൻ്റെ താളുകളിൽ പിന്നീട് വായിക്കുന്നുണ്ട്. പൗലോസിനെ ശീലാസിനെയൊക്കെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി ജാസന്റെ വീട്ടിലേക്ക് തിക്കിത്തിരക്കി വരുന്ന ശത്രു സമൂഹം, അവരിവരെക്കുറിച്ച് പറയുന്നൊരു അഭിസംബോധന ഇങ്ങനെയാണ്: ലോകത്തെ തലകീഴും മറിച്ച മനുഷ്യർ. പാപം നിറഞ്ഞൊരു ലോകത്തെ ആയിരിക്കാം, തിന്മ നിറഞ്ഞൊരു ലോകത്തെ ആയിരിക്കാം, തലകീഴും മറിച്ചു. അതിനവർക്ക് ശക്തി കിട്ടിയത് എവിടെ നിന്നാണെന്നറിയോ? പന്തക്കുസ്തായ്ക്ക് ഇൻ ദി അപ്പർ റൂം, ദ സെനക്കിൾ, അവർ പ്രാർത്ഥിച്ചൊരുങ്ങായിരുന്നു. അവിടെ ഒരു സാന്നിധ്യമുണ്ട്. ആര്? പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം. മഹിമയുടെ രഹസ്യങ്ങൾ നമ്മൾ ഈശോയെക്കുറിച്ച് ധ്യാനിക്കുമ്പോൾ അതിൻ്റെ സെൻട്രൽ ഈശോ കൊണ്ട് വെച്ചിരിക്കുകയാണ് അമ്മയുടെ സാന്നിധ്യം, പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം. അവിടെ നിന്നാണ് ഈശോയുടെ 2 പ്രധാനപ്പെട്ട മഹിമയുടെ സംഭവങ്ങൾ, അവസാനം പരിശുദ്ധ അമ്മയ്ക്ക് കിട്ടുന്ന 2 പ്രധാനപ്പെട്ട സംഭവങ്ങൾ. അതിനിടയിൽ പരിശുദ്ധ അമ്മയ്ക്കൊരു വലിയ സ്പേസ്, ആ പരിശുദ്ധ അമ്മയിൽ നിറഞ്ഞു നിന്ന പരിശുദ്ധാത്മാവിന് വലിയൊരു സ്പേസ്. ആ പരിശുദ്ധാത്മാവ് അമ്മയിൽ മാത്രമല്ല പ്രാർത്ഥിച്ചൊരുങ്ങിയവരിലേക്കെല്ലാം നിറയുമെന്നൊരു സൂചന കിട്ടുന്നു. അങ്ങനെ ഒരു കാഴ്ച നമ്മൾ കാണുന്നു. നമുക്കൊരു സൂചനയും കിട്ടുന്നു. അമ്മയോട് ചേർന്ന് പ്രാർത്ഥിച്ചാൽ, കാത്തിരുന്നാൽ പരിശുദ്ധാത്മാവ്, ജ്ഞാനസ്നാനത്തിൽ സ്ഥൈര്യലേപനത്തിൽ കിട്ടിയ പരിശുദ്ധാത്മാവ് വീണ്ടും വീണ്ടും ജ്വലിക്കുമെന്ന്. എൻ്റെ പ്രിയപ്പെട്ട സൗരങ്ങളെ, ഈ മഹിമയുടെ രഹസ്യം നമ്മൾ ധ്യാനിക്കുമ്പോൾ, പ്രത്യേകിച്ച് ഈ 3-ാമത്തെ രഹസ്യത്തിലേക്ക് എത്തുമ്പോൾ ഓർക്കണം, ആത്മീയ വരൾച്ച, ആത്മീയ തളർച്ചയിലൂടെയൊക്കെ നമ്മൾ കടന്നു പോകാറുണ്ട്. നന്നായിട്ട് പ്രാർത്ഥിച്ചിരുന്നവരാണ്, ഒത്തിരി ജപമാലകൾ ചൊല്ലിക്കൊണ്ടിരുന്നവർ. എനിക്ക് വ്യക്തിപരമായിട്ട് അറിയാവുന്ന ഒരു അച്ഛനുണ്ട്, എൻ്റെ ഒരു പ്രിയപ്പെട്ട സുഹൃത്ത് അച്ഛനാണ്. ഒരു ദിവസം 8 ജപമാലയൊക്കെ ചൊല്ലും. നമുക്ക് കൊതി തോന്നിപ്പോൾ. നിങ്ങൾ ഒത്തിരി പേരുണ്ടാവും അങ്ങനെ അത്രയും ജപമാലകൾ ചൊല്ലുന്നവർ, എല്ലാ ദിവസവും മുഴുവൻ കൊന്ത പൂർത്തിയാക്കുന്നവർ. ഇനി നമ്മൾ ചിന്തിച്ചാൽ ഓർക്കാൻ, ചിലപ്പോൾ പഴയ ഒരു കാലത്ത്, ചിലപ്പോൾ ഒരു വർഷം മുമ്പോ കുറച്ച് നാളുകൾക്ക് മുമ്പോ ഒക്കെ ഒത്തിരി ജപമാലകൾ ചൊല്ലി പ്രാർത്ഥിച്ച് ശക്തി പ്രാപിച്ചവർ ഇപ്പോൾ പരിതാപകരമായ അവസ്ഥയിലൂടെ ചിലപ്പോൾ പോകുന്നുണ്ടാകാം. ഒരു ജപമാല പോലും ചെല്ലാണ്ട്, ചിലപ്പോൾ ഒരു നന്മ നിറഞ്ഞ പോലും ചെല്ലാതെ അത്രയും ശോകമായ അവസ്ഥയിലേക്കൊക്കെ പോകുന്നവർ ആത്മീയ അന്ധതയായിരിക്കാം, ആത്മീയ വരൾച്ചയായിരിക്കാം. ഒരിക്കൽ നന്നായി നിന്നിരുന്നവർ, നന്നായി ശോഭിച്ചവർ, ഫലം ചൂടി നിന്നവർ എപ്പോഴോ ആ ആത്മീയ വഴിയിൽ നിന്ന് മാറിപ്പോവാണ്, തളർന്നു പോവാണ്. തിരിച്ചു വരാനുള്ള ഒറ്റ വഴി അമ്മയുടെ മടിയിലേക്ക് തിരിച്ചു വരിക, അമ്മയുടെ അടുത്ത് പോയിരിക്കുക, ജപമാല വീണ്ടും കയ്യിലെടുക്കുക. മടിയായിരിക്കാം, അത് വീട്ടിലൊരു സൈഡിൽ മാറ്റി വെച്ചേക്കായിരിക്കാം, അതൊന്നുകൂടെ പോയി തപ്പിയെടുക്കണം, കണ്ടുപിടിച്ചെടുക്കണം. ചെല്ലാൻ ശക്തി കിട്ടിക്കോളും. അതെടുക്കാനുള്ള ഒരു മടി മാത്രമുള്ള, ആ മടിയെ നമ്മളൊന്ന് ഓവർകം ചെയ്താൽ ഈ ജപമാല ഒന്ന് ചൊല്ലി നോക്ക്, പിന്നെ നിങ്ങൾ ആ പഴയതിലും കൂടുതൽ ശക്തിയിലേക്ക്, ജപമാല ഭക്തിയിലേക്ക് നിങ്ങൾ തിരിച്ചു വരും. അങ്ങോട്ട് അടുപ്പിക്കാതിരിക്കാൻ സാത്താൻ പല കളികളും നോക്കും. കാരണം ഇതെടുത്താൽ അവൻ മുട്ടുകുത്തേണ്ടി വരുമെന്ന് അവനറിയാം, ഇതെടുത്താൽ നീ ശക്തി പ്രാപിക്കുമെന്നറിയാം. അതുകൊണ്ട് അത് എടുക്കാൻ വേണ്ടി ഒരു മടി കാണിക്കുക. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ പ്രലോഭനത്തെ ഇന്ന് ചെറുക്കണം. ആ പ്രലോഭനത്തെ ഇന്ന് ഈ ശുശ്രൂഷയിൽ നിങ്ങൾ കൂടുമ്പോൾ, പ്രത്യേകിച്ച് ഇന്ന് ആരാധനയുടെ സമയത്ത് നിങ്ങൾ പ്രാർത്ഥിക്കുക, അങ്ങനെ എന്തെങ്കിലും ജപമാല ചൊല്ലാൻ നിങ്ങൾക്ക് മടിയുണ്ടെങ്കിൽ ആ പ്രലോഭനത്തെ ഇന്ന് ചെറുക്കണം. അതിനെ ഇന്ന് എടുത്ത് എറിഞ്ഞ് ഉപേക്ഷിക്കണം. അതിനൊരു ശക്തി ഇന്ന് ഈശോ ഇന്ന് ആരാധനയുടെ സമയത്ത് നമുക്ക് തരും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മഹിമയുടെ 3-ാം രഹസ്യം നമ്മളെ ഓർമ്മിപ്പിക്കുന്നതാണ്. എവിടെയെങ്കിലും വെച്ച് ഒരു തളർച്ച വരികയാണ്, പേടി വരികയാണ്, പ്രാർത്ഥനയിൽ നിന്ന് നിങ്ങൾ പുറകോട്ട് പോയി ഇരിക്കണം, അമ്മയുടെ അടുത്തിരിക്കണം. അമ്മ നമ്മുടെ കൂടെ ഇരിക്കും. അന്ന് ശിഷ്യന്മാരെ പ്രോത്സാഹിപ്പിച്ചതുപോലെ, അന്ന് ശിഷ്യന്മാരെ ശക്തിപ്പെടുത്തിയ പോലെ പരിശുദ്ധ അമ്മ കൂടെ നിന്ന് നമ്മളെ ശക്തിപ്പെടുത്തും. മുന്നോട്ടുള്ള രഹസ്യങ്ങൾ നമ്മൾ ധ്യാനിക്കുമ്പോൾ ഇത്രയും കാലം നമ്മളൊരു ക്ലൈമാക്സ് മൊമെൻറ്റിലേക്ക് എത്തുകയാണ്. ജപമാല രഹസ്യങ്ങളുടെ ക്ലൈമാക്സിൽ മംഗളവാർത്തയിൽ ആരംഭിച്ച പരിശുദ്ധ അമ്മയോട് കൂടിയുള്ളൊരു യാത്ര, അത് എൻഡ് ചെയ്യുന്നതും പരിശുദ്ധ അമ്മ ഒരു മംഗളവാർത്തയും കൊണ്ടാണ്. നമ്മളിങ്ങനെ ചിന്തിക്കാറുണ്ട്, സുവിശേഷം വായിക്കുമ്പോൾ ഗബ്രിയേൽ ദൈവദൂതൻ ഒരു മംഗളവാർത്ത പറഞ്ഞു, അതിനുശേഷം ഒന്നും മംഗളമായിരുന്നില്ല. ദുഃഖത്തിൻ്റെ ഘനീഭാവത്തിലുള്ള വാർത്തകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ദുഃഖം തളം കെട്ടി നിന്ന വാർത്തകൾ മാത്രമേ അമ്മയ്ക്ക് കാണാനും ഉണ്ടായിരുന്നുള്ളൂ. മകനെക്കുറിച്ച് മോശം പറയുന്നു, മകനെ കാണാതെ പോകുന്നു, മകനെ തേടേണ്ടി വരുന്നു, മകനെക്കുറിച്ച് ആളുകൾ ഭ്രാന്തനെന്ന് മുദ്ര കുത്തുന്നു, ആ മകൻ പീഡിപ്പിക്കപ്പെടുന്നത് കാണുന്നു, ആ മകൻ മരിക്കുന്നത് കാണുന്നു, ആ മകനെ കരങ്ങളിൽ മടിയിൽ ശവശരീരമായിട്ട് എടുക്കേണ്ടി വരുന്നു, ആ മകനെ കല്ലറയിലേക്ക് അടുക്കുന്നു. ദുഃഖത്തിൻ്റെ വലിയ ഘോഷയാത്രയാണ്. നമ്മൾ ഓർക്കും പിന്നീട് ഒന്നും മംഗളമായിട്ട് കേട്ടില്ലെന്ന്. പക്ഷേ നമ്മുടെ മുമ്പിലേക്കൊരു വെളിച്ചം തുറന്നു വെച്ചുകൊണ്ടാണ് പരിശുദ്ധമ്മയുടെ ജീവിതവും ജപമാലയുടെ ക്ലൈമാക്സും മഹിമയുടെ രഹസ്യത്തിൻ്റെ അവസാനവും നമ്മളെ കൊണ്ടെത്തിക്കുക. ജീവിതം കാലത്ത്, ഈ ഭൂമിയിൽ ജീവിക്കുന്ന ഒരു കാലത്ത് നിനക്ക് സന്തോഷത്തിൻ്റെ ഒരു വാർത്ത പോലും കേട്ടില്ലെങ്കിലും ഈശോയുടെ കൂടെ തന്നെ നീ അവസാനം വരെ, അത് കാൽവരി യാത്രയായിരിക്കാം, പ്രത്തോറിയമായിരിക്കാം, ഗത്സമനായിരിക്കാം, ഇനിയൊരു ശവകുടീരത്തിൻ്റെ അവസ്ഥയായിരിക്കാം, എന്തോ അവസ്ഥ ജീവിതം നിന്റെ മുമ്പിൽ ഒരുക്കി വെച്ചാലും
നീ കർത്താവിനെ വിട്ടുപിരിയാതെ നിന്നാൽ നിനക്ക് വേണ്ടി കാത്തിരിക്കുന്നത് മഹിമയുടെ തങ്ക കിരീടമാണെന്ന് മഹിമയുടെ 4-ാമത്തെയും 5-ാമത്തെയും രഹസ്യം നമ്മളെ ബോധിപ്പിക്കുകയാണ്. 4-ാമത്തെ രഹസ്യം, മറിയം സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുന്നു. 5-ാമത്തെ രഹസ്യം, സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും രാജ്ഞിയായി എന്ന് പറഞ്ഞ് നമ്മൾ അവസാനിപ്പിക്കരുത്. സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും എൻ്റെയും നിൻ്റെയും രാജ്ഞിയായി സ്വർഗം അവളെ അഭിഷേകം ചെയ്ത് ഉണർത്തുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്തൊരു വലിയ തെളിച്ചമാണ് ഈ ജപമാലയിലൂടെ നമുക്ക് കിട്ടുക, പ്രത്യേകിച്ച് മഹിമയുടെ രഹസ്യങ്ങളിലൂടെ. എന്നുള്ളത് ആലോചിച്ച് നോക്കി. അശ്രദ്ധമായിട്ട് എന്തോരം ജപമാലകൾ നമ്മൾ ചൊല്ലി, ഇതൊന്നും മനസ്സിലാക്കാണ്ട് നമ്മൾ ചൊല്ലി, ഇല്ലെങ്കിൽ അറിയാവുന്ന കാര്യങ്ങൾ മറന്നിട്ട് നമ്മൾ ചൊല്ലി. നമ്മൾ സ്വർഗസ്ഥനായ പിതാവെ ചൊല്ലിയത് മാത്രമേ ഓർമ്മയുള്ളൂ, പിന്നെ OND ഈശോ ചെല്ലുന്ന സമയത്താണ് എഴുന്നേക്കുന്നത്. എത്രയോ അശ്രദ്ധമായിട്ട് പല സമയങ്ങൾ നമ്മൾ കളഞ്ഞു. പക്ഷേ ഇനി ചെല്ലേണ്ടത്, നമ്മൾ ഈ 4 കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ, കഴിഞ്ഞ എപ്പിസോഡുകളിലൊക്കെ നമ്മൾ ചിന്തിക്കുകയായിരുന്നു ഓരോ രഹസ്യങ്ങളും ധ്യാനിക്കുന്നതിനെക്കുറിച്ച്. ഇത്രയും മാത്രമല്ല, ഒത്തിരി കാര്യങ്ങളുണ്ട്. നിങ്ങൾ ഒരു രഹസ്യം തന്നെ എടുത്താൽ, മംഗളവാർത്തയുടെ ഒരു രഹസ്യം തന്നെ എടുത്താൽ എന്തോരം വചനഭാഗങ്ങൾ നമുക്ക് ധ്യാനിക്കാം, എന്തോരം ജീവിതവുമായി ബന്ധപ്പെട്ട ബോധ്യങ്ങൾ നമുക്ക് കിട്ടും. അങ്ങനെ എല്ലാ കാര്യങ്ങളും ജപമാല, ഈശോയെക്കുറിച്ചുള്ള രഹസ്യം, പരിശുദ്ധ മറിയത്തെക്കുറിച്ചുള്ള ബോധ്യങ്ങൾ, നമ്മുടെ ജീവിതത്തെക്കുറിച്ച് നമ്മൾ തിരിച്ചറിയേണ്ട ആഴമേറിയ രഹസ്യങ്ങളും വെളിച്ചങ്ങളുമാണ് ജപമാലയിൽ മുഴുവൻ അടങ്ങിയിരിക്കുന്നത്. നമ്മുടെ ജീവിതം സഹനങ്ങൾ നിറഞ്ഞതാണ്. സങ്കടങ്ങളും സന്തോഷങ്ങളും ഒക്കെ മാറി മാറി നിൽക്കും. ദുഃഖത്തിൻ്റെ ഒരു വാർത്തകളൊക്കെ ഉണ്ട്. പക്ഷേ ദുഃഖത്തിൻ്റെ രഹസ്യം അവസാനിച്ച് മഹിമയുടെ രഹസ്യം തുടങ്ങുന്നത് പോലെ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട ഈശോയുടെ മക്കളെ, നിൻ്റെ ദുഃഖത്തിൻ്റെ വാർത്തയും ആ കടലാസുകളും ഈശോ മടക്കി വയ്ക്കും. അവൻ വീണ്ടും പുത്തൻ താളുകൾ തുറക്കും. നിനക്ക് വേണ്ടി എഴുതാൻ അവൻ ബാക്കി വെച്ച ആ താളുകൾ ഇപ്പോഴും ഉണ്ട്. നിൻ്റെ ഒറ്റ ആവശ്യം, നിൻ്റെ ഒറ്റ തീരുമാനം ഇതായിരിക്കണം. ആസാഫ് പറഞ്ഞതുപോലെ, ഞാൻ കർത്താവിൻ്റെ കൂടെ നിൽക്കും. മറിയം നമ്മുടെ മുമ്പിൽ കാണിച്ചു തന്ന ഒറ്റ കാര്യം ഇതാണ്, ഞാൻ കർത്താവിൻ്റെ കൂടെ നിൽക്കും. ആദ്യത്തെ വിശ്വാസ പ്രഖ്യാപനങ്ങളിൽ മറിയം അത് പറഞ്ഞു ഗബ്രിയേൽ ദൂതനോട്, ഇതാ കർത്താവിൻ്റെ ദാസി, നിൻ്റെ വാക്ക് നടക്കട്ടെ, നിൻ്റെ ഇഷ്ടം നടക്കട്ടെ. അത് ആദ്യത്തെ സമയം മുതൽ മറിയം പറഞ്ഞു അവസാന ശ്വാസം വരെയും അവളത് പറയുകയാണ്. അവൾ സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുന്നു. അവൾ മഹിമയിൽ വിരാജിതയായി നിൽക്കുമ്പോഴും നമ്മളോട് പറയുന്ന ആഹ്വാനം പറയുന്ന ഇതാണ്, ഈശോയുടെ കൂടെ നിൽക്കുക. ജീവിതം ദുഃഖം തരും, പക്ഷെ ആ ദുഃഖത്തിൽ അവസാനിക്കാനുള്ളതല്ലെന്ന്, മഹിമയിലേക്ക് നമ്മളെ കർത്താവ് കൈപിടിച്ചുയർത്തുമെന്ന് പരിശുദ്ധ അമ്മ നമുക്കൊരു ബോധ്യം തരികയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈശോയുടെ ഹൃദയം മനസ്സിലാക്കിയ, ഈശോയുടെ ആഴത്തിൽ മനസ്സിലാക്കിയ പൗലോസ്ലിഹ നമ്മളോട് പറഞ്ഞു തരുന്നൊരു കാര്യമുണ്ട്. റോമാക്കാർക്ക് എഴുതിയ ലേഖനം അതിൻ്റെ 8-ാമത്തെ അധ്യായം 18-ാമത്തെ വാക്യം, റോമൻസ് 8:18. അവിടെ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്. പൗലോസ്ലിഹ നമ്മളോട് പറഞ്ഞു തരുന്നുണ്ട്, നമുക്ക് വെളിപ്പെടാനിരിക്കുന്ന മഹത്വത്തോട് തുലനം ചെയ്യുമ്പോൾ ഇന്നത്തെ കഷ്ടതകൾ നിസ്സാരമാണെന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ ഒരു ബോധ്യമാണ്. ശരിക്കും പറഞ്ഞാൽ മഹിമയുടെ രഹസ്യം ഒരു വിശുദ്ധ ഗ്രന്ഥ വാക്യത്തിൽ ഒതുക്കാൻ പറ്റുമെങ്കിൽ അതിങ്ങനെയാണ്. റോമ 8:18, നമുക്ക് വെളിപ്പെടാനിരിക്കുന്ന മഹത്വത്തോട് തുലനം ചെയ്യുമ്പോൾ ഇന്നത്തെ ദുഃഖങ്ങൾ, ഇന്നത്തെ കഷ്ടതകൾ, കണ്ണുനീരുകൾ ഒന്നുമല്ല. കഷ്ടങ്ങൾ സാരമില്ലെന്ന് നമ്മൾ പാടി പ്രാർത്ഥിക്കുന്ന പോലെ ദുഃഖങ്ങൾ സാരമില്ല. നിത്യതേജസ്സിൻ്റെ ഘനം ഓർത്തിടുമ്പോൾ ഈ ഞൊടി നേരത്തേക്കുള്ള കണ്ണുനീരോ സങ്കടങ്ങളോ വേദനകളോ ദുഃഖങ്ങളോ സാരമില്ല. ദുഃഖത്തിൻ്റെ രഹസ്യങ്ങൾ അടയട്ടെ, മഹിമയുടെ രഹസ്യങ്ങൾ തുറക്കട്ടെ. തുറക്കുന്നത് കർത്താവാണ്. ആ തുറക്കാനുള്ള വാതിൽ പരിശുദ്ധ അമ്മയാണ്. അമ്മ നമുക്ക് തന്ന ജപമാലയാണ്. നമുക്ക് വിശുദ്ധമാകാൻ വേണ്ടി പ്രാർത്ഥിക്കാം. നമ്മുടെ ഹൃദയങ്ങൾ തുറക്കപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കാം. ദുഃഖം നിറഞ്ഞ ആ ജീവിതം അതവിടെ ഉണ്ട്, ഒരു റിയാലിറ്റിയാണ്. രോഗങ്ങൾ, സങ്കടങ്ങൾ, വേദനകൾ, മാനസിക അസ്വസ്ഥതകൾ, എന്തോ ഒരു ഇൻസെക്യൂരിറ്റീസിലൂടെ നമ്മൾ കടന്നു പോകുന്നുണ്ട്. ഡിപ്രഷൻ മൂഡുകളിലൂടെ കടന്നു പോകുന്നുണ്ട്. എന്തൊക്കെയോ ആങ്സൈറ്റികളിലൂടെ നമ്മൾ കടന്നുകൊണ്ട്, ഭാവിയെക്കുറിച്ചുള്ള ആകുലതകൾ, സങ്കടങ്ങൾ, നാളെ എന്താകുമെന്ന് ഓർത്തുള്ള കണ്ണുനീരുകൾ, പ്രിയപ്പെട്ടവരെ ഓർത്തുള്ള സങ്കടങ്ങൾ, അതൊക്കെ ടെൻഷൻ വർദ്ധിച്ച് നമ്മുടെ സന്തോഷം മുഴുവൻ എടുത്തു കളഞ്ഞു. പുഞ്ചിരിച്ച് നടക്കേണ്ട നമ്മൾ മുഖത്തൊരു ഭാരവുമായി, ശരീരത്തിലും മനസ്സിലും രോഗങ്ങളായി, വേദനകളായി നമ്മൾ നടക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് തുടർന്ന് നമ്മുടെ ആരാധനയിൽ പ്രാർത്ഥിക്കുന്നുണ്ട് എല്ലാ രോഗങ്ങളും മാറാൻ വേണ്ടി, എല്ലാ വേദനകളും മാറാൻ വേണ്ടി. പ്രത്യേകിച്ച് നിങ്ങൾ പ്രാർത്ഥിക്കണേ. നമ്മുടെ എല്ലാം ഉള്ളിൽ ആരോടും പറയത്തില്ലാത്ത ചില സങ്കടങ്ങളൊക്കെ ഉണ്ടാകും. ആരോടും പറയാനില്ല, ആർക്കും മനസ്സിലാവുന്നില്ലാത്ത ചില സങ്കടങ്ങൾ, ദുഃഖം, ഒറ്റിക്കൊടുക്കപ്പെട്ട വേദനകൾ, ഈശോ ഗെത്സമൻ രാത്രിയിലൊക്കെ അനുഭവിച്ച സങ്കടങ്ങൾ. പക്ഷേ എന്നും ഓർക്കണം, മഹിമ കാത്തിരിക്കുന്നുണ്ട്. മഹിമയുടെ ദിവസങ്ങൾ കാത്തിരിക്കുന്നുണ്ട്. അവൻ്റെ കൂടെ നിൽക്കുക. അവൻ നിന്നെ ഉപദേശിക്കും, അവൻ നിന്നെ കൈപിടിക്കും, അവൻ നിന്നെ മഹത്വത്തിലേക്ക് നയിക്കും. പരിശുദ്ധ അമ്മ ജീവിതം കൊണ്ട് അത് കാണിച്ചു തന്നു. മംഗളവാർത്തയും നല്ലത് കേട്ട് പിന്നീട് വ്യാകുലങ്ങളുടെ ഒരു ഘോഷയാത്രയ്ക്ക് ശേഷം ഒരുപക്ഷെ ലോകം മുഴുവൻ വിധി എഴുതി കാണാം. ഇത്രയും മിടുക്കനായൊരു പയ്യൻ്റെ അമ്മക്ക് ഇത്രയും സങ്കടപ്പെടേണ്ടി വന്നോ? ഈശോയുടെ ദൈവപുത്രൻ്റെ അമ്മയ്ക്ക് ഇത്രയും സങ്കടപ്പെടേണ്ടി വന്നോ? പക്ഷെ സങ്കടങ്ങളിൽ അവസാനിക്കുന്ന ആയിരുന്നില്ല ആ കഥയുടെ ക്ലൈമാക്സ്. ആ ജീവിതത്തിൻ്റെ ലാസ്റ്റ് പോർഷൻ മഹിമയിൽ അവസാനിക്കുന്നതായിരുന്നു. ആ മഹിമയിൽ അവസാനിക്കുക മാത്രമല്ല, അവിടെ നിന്നൊരു തുടർച്ചയാണ്. മഹിമയുടെ ഒരു തുടർച്ച, എ കണ്ടിന്യൂവേഷൻ ഓഫ് ഗ്ലോറി. ഈശോ നമ്മളെ അതിലേക്ക് ക്ഷണിക്കുകയാണ്. മറിയം നമ്മളെ അതിലേക്ക് ക്ഷണിക്കുകയാണ്. അവൻ അനുഭവിക്കുന്ന, അവൻ നമുക്ക് തരുന്ന ആ മഹത്വം,
പരിശുദ്ധ അമ്മയ്ക്ക് കൊടുത്ത ആ മഹത്വം, ആ മഹത്വത്തിലേക്ക് ദൈവമക്കളായ നമ്മളെല്ലാം ഈശോ ക്ഷണിക്കുകയാണ്. ജപമാലകളിൽ മുറുകെ പിടിച്ചുകൊണ്ട് നമുക്ക് ആ മഹത്വത്തിലേക്ക് നടന്നെടുക്കാം. കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് പിടിച്ചു നമ്മൾ ഈ ആരാധനയിലേക്ക് പ്രവേശിക്കുകയാണ്. പരിശുദ്ധ അമ്മയുടെ പ്രത്യേക മധ്യസ്ഥവും സഹായവും സാന്നിധ്യവും ഈ ആരാധനയിൽ ഉണ്ടായിരിക്കാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. രോഗപീഠകളാൽ ക്ലേശിക്കുന്ന എല്ലാവരെയും സമർപ്പിക്കുന്ന ഈ ആരാധന ഈശോയെ ഞങ്ങളുടെ ശരീരത്തെയും മനസ്സിനെയും ആത്മാവിനെയും ശക്തിപ്പെടുത്തട്ടെ. ബലം കെട്ടുപോയതെല്ലാം ജീവൻ പ്രാപിക്കട്ടെ. വാടിത്തളർന്നു പോയതെല്ലാം ഉണർന്നെഴുന്നേൽക്കട്ടെ. ആത്മീയ അന്ധതയും ആത്മീയ വരൾച്ചയും ബാധിച്ചതെല്ലാം വീണ്ടും നട്ടു നനയ്ക്കപ്പെടട്ടെ. പരിശുദ്ധ അമ്മയുടെ അടുത്തിരുന്ന് പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നിറഞ്ഞ് ഞങ്ങൾ വീണ്ടും മഹിമയുടെ പടികൾ ചവിട്ടിക്കയറാൻ ഒരുങ്ങാണ്. ഈശോയെ ആത്മീയമായൊരു വളർച്ച, വിശുദ്ധമായ ജീവിതത്തിലേക്കുള്ള വാതിലുകൾ തുറന്നു തരണമേ. അമ്മേ മാതാവേ, അതിന് ഞങ്ങൾക്ക് വേണ്ടി അമ്മ പ്രാർത്ഥിക്കണമേ. നമുക്ക് ചേർന്ന് ഒരു മനസ്സോടുകൂടി ഉറച്ച സ്വരത്തിൽ പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. വിളക്കിൻ നടുവിൽ ശോഭപൂർണനാ, മാറത്ത് പൊൻകച്ച അണിഞ്ഞും കാണുന്നേശുവേ. ആദ്യനും അന്ത്യനും നീ മാത്രമേശുവേ. സ്തുതികൾക്കും പുകഴ്ചയ്ക്കും യോഗ്യനേശുവേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ, പരിശുദ്ധനായ ദൈവമേ, അങ്ങയുടെ വലിയ സാന്നിധ്യത്തെ ഒരിക്കൽ കൂടി ദർശിക്കാൻ ഞങ്ങളുടെ കണ്ണുകൾക്ക് അങ്ങ് ഭാഗ്യം നൽകിയല്ലോ. ഞങ്ങളുടെ കണ്ണുകളെ അങ്ങ് തുറന്നു തന്നുവല്ലോ. സർവേശ്വരനെ, പരിശുദ്ധനെ, നിത്യനായ ദൈവമേ, കത്തിച്ചു വെച്ച മെഴുകുതിരിനാളങ്ങൾക്ക് നടുവിൽ അങ്ങ് ആഗതനായിരിക്കുമ്പോൾ ആ പ്രകാശത്തെ തോൽപ്പിക്കുന്ന അങ്ങയുടെ ചൈതന്യം, ആ ചൈതന്യം ഞങ്ങൾ നേരിട്ട് കാണുകയാണ്. അങ്ങയുടെ സാന്നിധ്യത്തിന് ഞങ്ങൾ നന്ദി പറയുകയാണ്. ഈശോയെ, കത്തിച്ചു വെച്ച മെഴുകുതിരിനാളങ്ങളെക്കാൾ പ്രഭയേറിയ അങ്ങയുടെ മുഖം, സൂര്യനെ വെല്ലുന്ന ശോഭയോടെയുള്ള അങ്ങയുടെ നോട്ടം, കർത്താവെ, ഞങ്ങളത് കാണുന്നു, ഞങ്ങളത് അറിയുന്നു, ആരാധിക്കുന്നു. ഈശോയെ, ഈശോയെ, എൻ്റെ ഇഷ്ടങ്ങളൊന്നുമേ വേണ്ടനേശുവേ. ഒരു മനസ്സോടുകൂടി നമുക്ക് പ്രാർത്ഥിക്കാം. നിന്റെ ഹിതത്തിൻ നിറവിൽ ഞാൻ പ്രശോഭിക്കട്ടെ. ചേർന്ന് പാടി പ്രാർത്ഥിക്കാം. ആദ്യനും
ആരാധന യേശുവേ. ഹല്ലേലൂയ, ഈശോയെ ഹല്ലേലൂയ, കരങ്ങൾ വീശിക്കൊണ്ട് നമുക്ക് ചേർന്ന് പാടാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഒരിക്കൽ കൂടി ചേർന്ന് പാടി പ്രാർത്ഥിച്ചേ. ഹല്ലേലൂയ, ഈശോയെ ഹല്ലേലൂയ, ഈശോ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഈശോയെ ഹല്ലേലൂയ. കരങ്ങൾ ഈശോയിലേക്ക് നീട്ടിപ്പിടിച്ചുകൊണ്ട് ഹൃദയം തുറന്ന് പരിശുദ്ധനായ ദൈവത്തെ സ്തുതിച്ച് നമുക്ക് ആരാധിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. പരിശുദ്ധനെ ആരാധന, പരിശുദ്ധനെ ആരാധന, പരിശുദ്ധനെ ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ആരാധന. യേശുവേ ആരാധന, ആരാധന, ആരാധന. കരങ്ങൾ വീശിക്കൊണ്ട് ഒരിക്കൽ കൂടി പാടി പ്രാർത്ഥിച്ച് ആരാധിച്ചേ. ഹല്ലേലൂയ, ചേർന്ന് പാടാം. ഹല്ലേലൂയ. ഈശോയെ, ഈശോയെ, പരിശുദ്ധനായ ദൈവമേ, അങ്ങയുടെ വലിയ സാന്നിധ്യത്തിന് ഞങ്ങൾ ഒരിക്കൽ കൂടി നന്ദി പറയാണ്. ഈ ദിവസം തമ്പുരാനെ ഈ മണിക്കൂറിൽ അങ്ങേ ആരാധിക്കാൻ അങ്ങ് ഞങ്ങൾക്ക് വലിയൊരു അനുഗ്രഹത്തിൻ്റെ സാന്നിധ്യമായി ഞങ്ങളുടെ കൂടെയുണ്ടല്ലോ. കർത്താവെ, ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഞങ്ങളുടെ ജീവിതത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഈ മണിക്കൂറിൽ ഈശോ എല്ലാ തിരക്കുകളും മാറ്റിവെച്ച് ഞങ്ങൾ അങ്ങയുടെ തിരുസന്നിധിയിലാണ്. ഈ വലിയ സാന്നിധ്യത്തെക്കാൾ അധികം ഞങ്ങൾക്ക് ആശ്വാസം നൽകുന്ന മറ്റൊന്നുമില്ല. കർത്താവെ, ഞങ്ങൾ നിന്റെ കൂടെ നിൽക്കാൻ തീരുമാനിക്കുകയാണ്. വചനത്തിൽ ഞങ്ങൾ ധ്യാനിച്ചതുപോലെ, സങ്കീർത്തനം 73 ആസാഫ് പാടി പ്രാർത്ഥിച്ചതുപോലെ, ഹൃദയം തുറന്ന് ഈശോയെ ഞങ്ങളും ആ വിശ്വാസ പ്രഖ്യാപനം നടത്തുകയാണ്. ഞങ്ങൾ അങ്ങയുടെ കൂടെയാണ്, ഞങ്ങൾ അങ്ങയുടെ കൂടെ നിൽക്കാൻ പോവാണ്. ദുഷ്ടൻ പനപോലെ വളർന്നാലും, എൻ്റെ ചുറ്റും ആയിരങ്ങൾ പാപം ചെയ്ത് തകർന്നു പോയാലും, നീതിമാനായ ദൈവം എനിക്ക് വേണ്ടി നല്ലതെല്ലാം ഒരുക്കിയിട്ടുണ്ട്. അവൻ എൻ്റെ കൈപിടിച്ചിട്ടുണ്ട്. അവൻ ഉപദേശം നൽകി എന്നെ നയിക്കുന്നുണ്ട്. മഹത്വത്തിലേക്ക് അവൻ പിന്നീട് എന്നെ നയിക്കും. ഈശോയെ, ഈ വചനം ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. എൻ്റെ കുടുംബം വിശ്വസിക്കുന്നു. ഞങ്ങളിത് ഒരുമിച്ച് ഏറ്റെടുക്കുന്നു. ഞങ്ങളുടെ ജീവിത സാഹചര്യങ്ങളെല്ലാം അങ്ങയുടെ കൂടെ നിൽക്കാൻ, അങ്ങേ ആരാധിക്കുന്ന മക്കളാവാൻ ഈശോയെ ഞങ്ങളെല്ലാവരെയും സഹായിക്കണമേ. കർത്താവിൻ്റെ വലിയ സാന്നിധ്യത്തിൻ്റെ ശക്തി, അവിടുത്തെ ആ സാന്നിധ്യത്തിൻ്റെ മഹനീയതയെല്ലാം തിരിച്ചറിഞ്ഞുകൊണ്ട് നമുക്ക് അവിടുത്തെ ആരാധിക്കാം. ശിരസ് നമിച്ച് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നിത്യം സ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എല്ലാ സ്തുതികൾക്കും പുകഴ്ചയ്ക്കും ഏറ്റവും യോഗ്യനായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് പിടിക്കാം. കണ്ണുകൾ തുറന്ന് അൾത്താരയിൽ എഴുന്നള്ളിരിക്കുന്ന ഈശോയെ നമുക്ക് കാണാം. ആസാഫ് പാടി പ്രാർത്ഥിച്ച ആ സങ്കീർത്തനം പോലെ നമ്മളൊരു വിശ്വാസ പ്രഖ്യാപനം ഈശോയുടെ മുമ്പിൽ എടുക്കേണ്ടതുണ്ട്. 73 സങ്കീർത്തനം 23-24 വാക്യങ്ങളിൽ നമ്മളിങ്ങനെ വായിച്ച് പ്രാർത്ഥിച്ചു, കർത്താവേ, ഞാൻ എന്നും അങ്ങയുടെ കൂടെയാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് ഈ ആരാധനയിൽ നമ്മൾ ഈശോയെ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ ഉള്ളിൽ നമ്മൾ ഏറ്റുപറയേണ്ട ഒരു വിശ്വാസം ഇതാണ്. ചുറ്റും ഒത്തിരി സങ്കടങ്ങൾ നമുക്കുണ്ടാകാം. നമ്മളെ അകത്തും പുറത്തുമായി വീർപ്പ് മുട്ടിക്കുന്ന ഒത്തിരി സങ്കടങ്ങൾ. പക്ഷെ നമ്മളൊരു തീരുമാനം എടുക്കേണ്ടതുണ്ട്. എന്തൊക്കെ വീഴ്ചകൾ വന്നാലും, എന്തൊക്കെ തകർന്നടിയുന്ന അനുഭവങ്ങൾ നമുക്ക് വന്നാലും, ഹൃദയം കുത്തി നോവിക്കുന്ന ദുഃഖത്തിൻ്റെ രഹസ്യങ്ങൾ തന്നെ നമ്മൾ ധ്യാനിക്കേണ്ടി വന്നാലും, ജീവിതത്തിൽ അത് മാത്രം കാണേണ്ടി വന്നാലും, കർത്താവ് മഹത്വത്തിലേക്ക് എന്നെ നയിക്കുമെന്ന് ഉറച്ചു വിശ്വസിക്കണം. ആസാഫ് ആ ബോധ്യമാണ് ഏറ്റുപറഞ്ഞ, കർത്താവെ, ഞാൻ നിന്റെ കൂടെ നിൽക്കുകയാണ്. നീ എൻ്റെ കരം പിടിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയാം. നീ എന്നെ ഉപദേശം നൽകി നടത്തുന്നുണ്ടെന്ന് എനിക്കറിയാം. പിന്നീട് നീ എന്നെ മഹത്വത്തിലേക്ക് നയിക്കും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വിശ്വസിക്കുക. നിന്റെ ഈ വിശ്വാസത്തെ കർത്താവ് മാനിക്കുന്നു. കർത്താവിന് നന്ദി പറഞ്ഞുകൊണ്ട് ഇന്ന് ഈ ആരാധനയിൽ നിങ്ങൾ സംബന്ധിക്കണം. നാളിതുവരെ കൈപിടിച്ച് നടത്തിയ സമയങ്ങളെല്ലാം ഓർക്കണം. കർത്താവ് ആസാഫ് പറഞ്ഞ ബോധ്യം പോലെ നമ്മളെയും കൈപിടിച്ച് നടന്നിട്ടില്ലേ? നമ്മളെയും ഉപദേശം നൽകി നയിച്ചിട്ടില്ലേ? മഹത്വത്തിലേക്ക് അവൻ നമ്മളെ മുന്നോട്ട് നടത്തിക്കൊണ്ടിരിക്കുകയല്ലേ?
നന്ദി പറയണം. ഈശോയെ നമുക്ക് നോക്കാം. ഹൃദയം തുറന്ന് അവന് നന്ദി പറയേണ്ടതുണ്ട്, സ്തുതി അർപ്പിക്കേണ്ടതുണ്ട്. ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ നമുക്ക് ലഭിച്ചിട്ടുണ്ടെങ്കിൽ അത് ഈ അൾത്താരയിൽ നിന്നാണ്, ഈശോയുടെ തിരുമുഖത്താണ്. കർത്താവിന് ഹൃദയം തുറന്ന് നമുക്ക് നന്ദി പറയാം. ഈശോയെ, നാളിതുവരെ നടത്തിയതിന്, സ്നേഹിച്ചതിന്, ചേർത്ത് പിടിച്ചതിന്, ദുഃഖങ്ങളിൽ ഞാൻ തളർന്നു പോകാതെ, വീഴ്ചകളിൽ ഞാൻ തകർന്നു പോകാതെ എന്നെ ചേർത്ത് പിടിച്ചതിന് ഈശോയെ നന്ദിയോടെ, എൻ്റെ ഹൃദയം നിറയെ നന്ദിയോടെ ഞാൻ അങ്ങേക്ക് സ്തുതികൾ അർപ്പിക്കുകയാണ്, കൃതജ്ഞത അർപ്പിക്കുകയാണ്. എൻ്റെ ഈ ആരാധന ഈശോയെ നീ സ്വീകരിക്കണമേ എന്ന് ഹൃദയം തുറന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എൻ്റെ യേശുനാഥാ. എനിക്കായി നീ ചെയ്തൊരു നന്മയ്ക്കും ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ. ചേർന്ന് പാടി പ്രാർത്ഥിക്കാം. നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എൻ്റെ യേശുനാഥാ. എനിക്കായി നീ ചെയ്തൊരു നന്മയ്ക്കും ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ. ഈ ശരീരത്തെ ഓർത്ത്, ഈ മനസ്സിനെ ഓർത്ത്, ഈ ആരോഗ്യത്തെ ഓർത്ത്, നമ്മുടെ ജീവിത സാഹചര്യങ്ങളെ, നമ്മുടെ കുടുംബം, ജോലി, പഠനം എല്ലാം ഓർത്ത് ഈശോയ്ക്ക് നന്ദി പറയുക. ഈ ഭൂമിയിൽ കുഞ്ഞെ, നിന്റെ കാൽസ്പർശമേറ്റ ആദ്യ നിമിഷം മുതൽ ഇന്ന് വരെ നിന്നെ നടത്തിയത് ഈശോയാണ്. നിന്റെ കുഞ്ഞു കരച്ചിൽ ഈ ഭൂമിയിൽ മുഴങ്ങിക്കേട്ട ആദ്യ ദിവസം മുതൽ നിന്നെ നീ ആരാധിക്കുന്ന ഈ സമയം വരെ നിന്നെ നയിച്ചത് ഈശോയാണ്. കർത്താവ് തന്നതല്ലാതെ എന്തുണ്ട് നിന്റെ ജീവിതത്തിൽ? നന്ദിയോടെ അവിടത്തേക്ക് നമുക്ക് സ്തുതികൾ അർപ്പിക്കാം. ഒരിക്കൽ കൂടി നമുക്ക് രണ്ട് കരങ്ങൾ ഈശോയിലേക്ക് നീട്ടിപ്പിടിച്ച് പ്രാർത്ഥനയുടെ ആ ഈരടികളോട് ചേർന്ന് ഈശോയെ നോക്കി വളരെ സ്നേഹത്തോടെ, കൃതജ്ഞത നിറഞ്ഞ ഹൃദയത്തോടെ നമുക്ക് നന്ദി പറയാം. നന്ദിയോടെ ഞാൻ സ്തുതി പാടും ഈശോയെ, എൻ്റെ ജീവിതത്തിന്, എന്നെ അങ്ങ് നയിച്ചതിന്, ചേർത്ത് പിടിച്ചതിന്. പ്രാർത്ഥനയോടെ ഈരടികളോട് ചേർന്ന് നമുക്ക് പാടി പ്രാർത്ഥിച്ച് ഈശോയ്ക്ക് നന്ദി അർപ്പിക്കാം. നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എൻ്റെ യേശുനാഥാ. എനിക്കായി നീ ചെയ്തൊരു നന്മയ്ക്കും ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ. നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എൻ്റെ യേശുനാഥാ. എനിക്കായി നീ ചെയ്തൊരു നന്മയ്ക്കും ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ. കരങ്ങള് ഹൃദയത്തോട് ചേർത്ത് പിടിക്കാം. നന്ദി നിറഞ്ഞ മനസ്സോടുകൂടെ ഈശോയുടെ സാന്നിധ്യത്തിൽ നമുക്ക് അവിടുത്തെ ആരാധിക്കാൻ വേണ്ടി ഒരുങ്ങാം. ഈ അനുഗ്രഹം നിറഞ്ഞ ദിവസങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ പരിശുദ്ധമ്മയുടെ പ്രത്യേക മധ്യസ്ഥവും പ്രാർത്ഥനയും ഒക്കെ യാചിച്ച് അമ്മയോട് ചേർന്ന് നമ്മൾ മുന്നോട്ട് നീങ്ങുമ്പോൾ വീണ്ടും വീണ്ടും നമ്മുടെ മനസ്സിലേക്ക് ഓർമ്മയോടെ ഓടിയെത്തേണ്ടതാണ്. നമ്മുടെ ജീവിത ലക്ഷ്യം പരിശുദ്ധ അമ്മ നമ്മളെക്കുറിച്ച് കാണുന്ന സ്വപ്നവും പ്രാർത്ഥനയും എല്ലാം നമ്മൾ ഈശോയിലേക്ക്, ഈശോയുടെ തിരുമുഖത്തേക്ക് അടുക്കുക എന്നുള്ളതാണ്. ആ യാത്രയിൽ ഒരുപാട് പ്രതിസന്ധികൾ നമുക്കുണ്ടാവാറുണ്ട്. നമ്മുടെ ശരീരത്തെയോ മനസ്സിനെയോ ഒക്കെ അസ്വസ്ഥപ്പെടുത്തുന്ന ഒത്തിരി സംഭവങ്ങൾ, അനുഭവങ്ങൾ നമുക്കുണ്ടാവാറുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്ക് ഈശോയുടെ കരങ്ങളിലേക്ക് ആ സഹനങ്ങളെ, വേദനകളെ, ആ ദുഃഖത്തിൻ്റെ രഹസ്യങ്ങളെ എല്ലാം എടുത്തു കൊടുക്കാം. കർത്താവ് ദുഃഖത്തിൻ്റെ രഹസ്യങ്ങളിൽ അവസാനിപ്പിക്കുകയല്ല നമ്മുടെ ജീവിതം. മഹിമയുടെ ദിവസങ്ങൾ നമുക്ക് വേണ്ടി അവൻ ബാക്കി വെച്ചിട്ടുണ്ട്. അവൻ നിനക്ക് വേണ്ടി കരുതിയ സ്വപ്നങ്ങളുണ്ട്. ജോബിന്റെ പുസ്തകം 23:14 നമ്മളിങ്ങനെ വായിക്കും, എനിക്കായി അവൻ ചിലതൊക്കെ നിശ്ചയിച്ചിട്ടുണ്ട്, അതെല്ലാം അവൻ നിറവേറ്റും. അങ്ങനെയുള്ള പലതും അവിടുത്തെ മനസ്സിലുണ്ട്. എനിക്കായി നിശ്ചയിച്ചിട്ടുള്ളതെല്ലാം നിറവേറ്റുന്ന അങ്ങനെയുള്ള പല പദ്ധതികളും മനസ്സിൽ കണ്ടു നിൽക്കുന്ന ഒരു ദൈവം എനിക്കുണ്ട്. ഒരുപക്ഷെ ഇന്ന് ഞാൻ രോഗശയ്യയിലായിരിക്കാം, രോഗക്കിടക്കയിൽ മരണത്തോട് മല്ലിട്ട് കിടക്കുന്ന അവസ്ഥ വരെ ആയിരിക്കാം. ഒത്തിരി ഡോക്ടേഴ്സിനെ കണ്ടു, മരുന്നുകൾ മാറി മാറി കഴിച്ചു, രോഗം സൗഖ്യപ്പെടുന്നില്ല. ശരീരത്തെ ഓരോ ദിവസവും മരുന്നും രോഗവും കാർന്നു തിന്നുകൊണ്ടിരിക്കുകയാണ്. ശരീരത്തെ അസ്വസ്ഥപ്പെടുന്നതിനേക്കാൾ അധികം
ഈ രോഗങ്ങൾ എൻ്റെ മനസ്സിനെ അസ്വസ്ഥപ്പെടുത്തുന്നുണ്ട്. എന്താണ് എനിക്ക് മാത്രം ഇങ്ങനെ? എന്തുകൊണ്ടാണ് എൻ്റെ വീട്ടിൽ മാത്രം ഇങ്ങനെ? ഇത്രയധികം ഞാൻ ഈശോയെ വിശ്വസിച്ചിട്ട് കർത്താവിനോട് ഇത്ര കാര്യങ്ങളൊക്കെ പറഞ്ഞ് സ്നേഹിച്ച് നിന്നിട്ട് എന്തുകൊണ്ടാണ് എനിക്കിങ്ങനെ ഒരു രോഗം, എനിക്ക് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ദുഃഖം വന്നത്? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 41-ാമത്തെ സങ്കീർത്തനം, ആ സങ്കീർത്തനത്തിന്റെ തുടക്കം ഇങ്ങനെയാണ്: രോഗശയ്യയിൽ ആശ്വാസം നൽകുന്ന കർത്താവിനെ കാണിച്ചു തരികയാണ്. 41-ാം സങ്കീർത്തനം അതിന്റെ 3-ാം വാക്യത്തിൽ വലിയൊരു ബോധ്യം നമുക്ക് കിട്ടുന്നുണ്ട്. കർത്താവ് അവന് രോഗശയ്യയിൽ ആശ്വാസം നൽകും, അവിടുന്ന് അവന് രോഗശാന്തി നൽകും. കർത്താവ് അവന് രോഗശയ്യയിൽ ആശ്വാസം നൽകും, അവിടുന്ന് അവന് രോഗശാന്തി നൽകും. ഈ വചനം വിശ്വസിക്കണം, ഏറ്റെടുക്കണം. സങ്കീർത്തനം 41:3: എൻ്റെ രോഗങ്ങളിൽ, എൻ്റെ വേദനകളിൽ എന്നെ ആശ്വസിപ്പിക്കാൻ എനിക്ക് കർത്താവുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത് പ്രത്യേകമായിട്ട് നമ്മൾ രോഗപീഠകളാൽ ക്ലേശിക്കുന്ന എല്ലാ മക്കളെയും ആരാധനയിലേക്ക് കൊടുക്കുകയാണ്. ഒരു പക്ഷേ നിങ്ങൾ ഈ ആരാധനയെ സംബന്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ, കർത്താവിനെ ആരാധിക്കുന്ന ഈ സമയം രോഗപീഠകളാൽ ക്ലേശിക്കുന്നുണ്ടാകാം, സങ്കടങ്ങളിൽ നിങ്ങൾ നീറി നിൽക്കുന്നുണ്ടാകാം. മനസ്സിനെ അസ്വസ്ഥപ്പെടുത്തുന്ന ഒത്തിരി പ്രശ്നങ്ങൾ രോഗങ്ങളുടെ രൂപത്തിലും ആകുലതകളുടെ രൂപത്തിലും ഒക്കെ നമ്മളെ വരിഞ്ഞു മുറുക്കുന്നുണ്ടാകാം, ശരീരത്തെ കാർന്ന് തിന്നുന്നുണ്ടാകാം. ഈശോയുടെ കരങ്ങളിലേക്കെല്ലാം കൊടുക്കുക. രോഗങ്ങളെ ക്ലേശിക്കുന്നവരെല്ലാവരും ഈ സമയത്ത് ഈശോയിലേക്ക് കണ്ണുകൾ ഉയർത്തുക. നിങ്ങളുടെ പ്രിയപ്പെട്ടവരാരെങ്കിലും രോഗക്കിടക്കയിൽ ആശുപത്രികളിലോ ഭവനങ്ങളിലോ ഒക്കെ ആയി ഒത്തിരി വേദനയോടെ കഴിയുന്നുണ്ടെങ്കിൽ അവരെല്ലാം ഈശോ കൊടുക്കുക. സുഖപ്പെടുത്താനാവാത്ത വിധം എൻ്റെ കരങ്ങൾ കുറുകിപ്പോയിട്ടില്ല. കർത്താവിൻ്റെ കരം നീട്ടി നിൽക്കുകയാണ് നിന്റെ നേരെ. അപ്പോസ്തല പ്രവർത്തനം 4:30 വചനത്തിൻ്റെ അഭിഷേകത്തിൽ വലിയൊരു കൂട്ടായ്മയായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ഇടയിലുള്ള രോഗികൾ, പ്രത്യേകിച്ച് ഈ ആരാധനയിൽ നമ്മൾ ആർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കുന്നോ, രോഗപീഠകളെ ക്ലേശിക്കുന്ന എല്ലാവരുടെയും മേൽ ഈ വചനത്തിന് വലിയൊരു ശക്തി നിറയാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. അപ്പോസ്തല പ്രവർത്തനം 4:30: പിതാവേ, അങ്ങേ പരിശുദ്ധദാസനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അടയാളങ്ങളും അത്ഭുതങ്ങളും രോഗശാന്തിയും മാനസാന്തരവും സംഭവിക്കാൻ അങ്ങയുടെ കരം ഇവരുടെ മേലേക്ക് നീട്ടണമേ. ഈശോ, അങ്ങയുടെ കരം ഞങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ നേരേക്ക് നീട്ടണമേ. ശിരസ്സ് മുതൽ ഉള്ളങ്കാല് വരെ കർത്താവെ, സൗഖ്യത്തിൻ്റെ ഒരു സ്പർശനം എല്ലാ രോഗികൾക്കും നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ഈ ആരാധനയിൽ പങ്കെടുക്കുമ്പോൾ വേദനയുടെ കിടക്കയിൽ കിടക്കുന്ന, രോഗശൈലിയിൽ കിടക്കുന്ന എല്ലാ മക്കളും ഈശോയെ അങ്ങേ മാത്രം നോക്കുകയാണ്. ആശ്രയിക്കാൻ നീ മാത്രമേ ഉള്ളൂ. നീ ഒന്ന് തൊട്ടാൽ മാത്രം മതി കർത്താവേ, സൗഖ്യം വരും. നീ ഒന്ന് സംസാരിച്ചാൽ മതി, നീ ഒന്ന് നോക്കിയാൽ മതി, സൗഖ്യം വരും. ഞാൻ വിശ്വസിക്കുന്നു ഈശോയെ. അങ്ങിൽ പൂർണ്ണമായി വിശ്വസിച്ചുകൊണ്ട് വലിയൊരു സൗഖ്യത്തിന് വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. സങ്കീർത്തനം 41:3 വചനത്തിന്റെ അഭിഷേകത്തിൽ ഒരു കൂട്ടായ്മയായി ഈശോ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവ് അവന് രോഗശയ്യയിൽ ആശ്വാസം നൽകും, ദൈവം തന്നെ അവന് രോഗശാന്തി നൽകും. മക്കളെ, പൂർണ്ണമായിട്ട് വിശ്വസിക്കുക, ഈശോയിലേക്ക് നോക്കുക, വലതുകരം ഈശോയിലേക്ക് നീട്ടിപ്പിടിക്കാവോ? രോഗങ്ങൾ നിങ്ങളുടെ ശരീരത്തെയോ മനസ്സിനെയോ ഒക്കെ കാർന്നു തിന്നുന്നുണ്ടെങ്കിൽ ഇതാ ഈ സമയം കർത്താവിൻ്റെ ഒരു നോട്ടം നിന്റെ നേരേക്ക് വരികയാണ്. സ്വർഗം തുറന്നവൻ ആ പ്രാർത്ഥനകളെല്ലാം കേൾക്കുകയാണ്. ഈശോയെ, രോഗം എത്ര കാലം നീണ്ടു നിന്നാലും അങ്ങേക്കത് മാറ്റിയെടുക്കാൻ ഒരു നിമിഷം മാത്രം മതിയല്ലോ. ഈശോയെ, ഞാൻ വിശ്വസിക്കുന്നു, ഞാനത് ഏറ്റെടുക്കുന്നു. ഇല്ല, ഞാൻ ഈ സഹനത്തിലൂടെ കടന്നുപോയി എൻ്റെ വിശുദ്ധീകരണത്തിന് ഇത് കാരണമാവണമെങ്കിൽ ഈശോ, എത്ര കാലം ഈ വേദന നീണ്ടു നിൽക്കുന്നു അത്രയും കാലം സഹിക്കാനുള്ള ഒരു കൃപ, ഒരാത്മശക്തി എനിക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ കരം നീട്ടണമേ, എന്നെ ബലപ്പെടുത്തണമേ. ശിരസ്സ് മുതൽ ഉള്ളങ്കാല് വരെ എന്നെ കഴുകി വിശുദ്ധീകരിച്ച് എൻ്റെ ശരീരത്തിനും മനസ്സിനും നഷ്ടപ്പെട്ടു പോയ ആരോഗ്യം ഈശോയെ തിരിച്ചു തരണമേ എന്ന് പ്രാർത്ഥിച്ച് വലതുകരം ഈശോയിലേക്ക് നീട്ടി ശക്തമായിട്ടൊന്ന് സ്തുതിച്ചേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. യേശുവേ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. യേശുവേ ആരാധന, 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 ആരാധന. സൗഖ്യം നൽകുന്നവനെ ആരാധന, സൗഖ്യം നൽകുന്നവനെ ആരാധന, ആശ്വസിപ്പിക്കുന്നവനെ ആരാധന, സൗഖ്യം നൽകുന്നവനെ ആരാധന, ചേർത്ത് പിടിച്ച് സ്നേഹിക്കുന്നവനെ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മുൾമുടിയണിഞ്ഞുകൊണ്ടീശോ എൻ്റെ മുഖത്തൊരു മുത്തം നൽകി, മുള്ളുകളൻ മുഖത്തെങ്ങും വിങ്ങുന്ന നൊമ്പരമേകി,
വേദനയ്ക്കൊരു പേരു നൽകി ഞാൻ, അതിൻ പേരല്ലോ സഹനം, അതിൻ പേരല്ലോ സഹനം. കുഞ്ഞെ, ഈ രോഗശൈലിയിൽ കിടന്ന് ഈശോയിലേക്ക് നീ നോക്കുക. മുൾമുടി അണിഞ്ഞ ഈശോ ഇന്ന് തിരുവോസ്തിയിൽ ജീവനോടെ നിന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അവനൊരു ചുംബനം നിനക്ക് തരികയാണ്. ഇന്ന് അനുഭവിക്കുന്ന ആ മാനസിക സംഘർഷം, നിന്റെ ശരീരത്തിനേറ്റ ആ മുറിവ്, ആ രോഗം, കർത്താവ് നിന്നെ ചേർത്ത് പിടിക്കുന്ന സമയമാണ്. പലപ്പോഴും ഈ രോഗക്കിടക്കയിൽ നിന്ന് നീ ചോദിച്ചിട്ടുണ്ടാകും, എന്നെ കൈവിട്ടോ, ഞാൻ പ്രാർത്ഥിച്ചിട്ട് ഉത്തരം തരാത്തെ. ഈശോ നിന്നെ കൈവിട്ടിട്ടില്ല. സൗഖ്യപ്പെടുത്താൻ പറ്റാതെ അവൻ മാറി നിൽക്കുകയല്ല, അവൻ നിന്നെ ചേർത്ത് പിടിക്കുകയാണ്. നമ്മൾ ഈ ഗാനം ആലപിച്ച് ഈ ഇരടികളിൽ പ്രാർത്ഥിച്ച് ആരാധിക്കുന്ന പോലെ മുൾമൂടി അണിഞ്ഞ ഈശോയാണ്. നിന്റെ വേദനയുടെ ആഴം അവന് നന്നായി അറിയാം. നിന്റെ മാനസിക സംഘർഷം ഈശോയ്ക്ക് അറിയാം. നിന്റെ ശരീരത്തിൻ്റെ മുറിവുകൾ ഈശോയ്ക്ക് അറിയാം. കാരണം മുറിവേറ്റവനാണ് അവൻ. ആ മുറിവേറ്റ ഈശോ മുൾമുടി അണിഞ്ഞുകൊണ്ട് നിന്റെ മുഖത്തൊരു മുത്തം നൽകുകയാണ്. ഈ രോഗത്തെ നമുക്ക് അങ്ങനെ വിളിച്ചാൽ മതി. ഒത്തിരി കാലമായിട്ടൊരു പക്ഷേ ഈ വേദനയിലൂടെ കടന്നു പോകുമായിരിക്കും. പക്ഷേ ഈശോ നിന്നെ ചേർത്ത് പിടിച്ചിട്ടില്ലേ? അവൻ അങ്ങനെ ചേർത്ത് പിടിക്കുമ്പോൾ ആ മുൾമുടി നിന്റെ ദേഹത്തെങ്ങാനും കൊണ്ടാൽ അതിനെ മാത്രം നമ്മുടെ സഹനം എന്ന് വിളിച്ചാൽ മതി. ആ സ്നേഹത്തിൻ്റെ സഹനം, ഈ സഹനത്തിൻ്റെ വേളകൾ, ഈ രോഗത്തിൻ്റെ വേളകൾ, ഈ സങ്കടത്തിൻ്റെ നിമിഷങ്ങളെല്ലാം ഈശോ നിന്നെ ചേർത്ത് പിടിക്കുന്ന സമയമാണ്. മുൾമുടി അണിഞ്ഞ ഈശോ നിന്റെ മുഖത്ത് ഒരു മുത്തം നൽകുന്ന സമയം. ഈശോയിലേക്ക് നോക്കാം. ആ ചുടുചുംബനം അനുഭവിക്കുന്ന സമയമാണ്. ഈ രോഗത്തിൻ്റെയും വേദനയുടെയും സംഘർഷങ്ങളുടെയും ആകുലതകളുടെ എല്ലാ നിമിഷം അവൻ ചേർത്ത് പിടിക്കുന്നുണ്ട്. ഇത് സഹനമല്ല, ഇത് സ്നേഹമാണ്. ഈശോ പൊതിഞ്ഞു പിടിക്കുന്നത് കൊണ്ട് ഞാൻ വീണു പോവില്ല, ഞാൻ തളർന്നു പോവില്ല. ഈശോയെ നന്ദി പറയാണ്. മുൾമുടിയണിഞ്ഞുകൊണ്ടീശോ ഈശോയെ എൻ്റെ മുഖത്തൊരു മുത്തം നൽകി. ഈശോ മുള്ളുകളൻ മുഖത്തെങ്ങും ഈശോയെ വിങ്ങുന്ന നൊമ്പരമേകി സ്നേഹത്തോടെ മുത്തം വേദനയായി മാറിയപ്പോൾ ഈശോയെ സ്നേഹത്തോടെ മുത്തം വേദനയായി മാറിയപ്പോൾ ആ വേദനയ്ക്കൊരു പേരു നൽകി ഞാൻ, അതിൻ പേരല്ലോ സഹനം, അതിൻ പേരല്ലോ സഹനം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കർത്താവിൻ്റെ തിരുസന്നിധിയിലാണ് നമ്മളെന്ന ഉറച്ച ബോധ്യത്തിൽ പ്രാർത്ഥനയോടെ തന്നെ നമുക്കായിരിക്കാം. ഈശോ വലിയൊരു സൗഖ്യദായകനായി സൗഖ്യത്തിൻ്റെ സ്പർശനവുമായി നിൻ്റെ മുൻപിലുണ്ട്. രാജാക്കന്മാരുടെ 2-ാമത്തെ പുസ്തകം അതിൻ്റെ 18, 19, 20 അധ്യായങ്ങൾ സമയമെടുത്ത് ഈ ആരാധനയ്ക്കൊക്കെ ശേഷം നിങ്ങളൊന്ന് പേഴ്സണലായിട്ടൊന്ന് വായിച്ച് ആരാധിക്കണം. അതിനെക്കുറിച്ചൊന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. ഹെസക്കിയ എന്നൊരു രാജാവ്, യൂദാ ഭരിച്ചിരുന്ന മിടുക്കനായ വിശുദ്ധനായ ഒരു രാജാവ്. അയാളെക്കുറിച്ച് വിശുദ്ധ ഗ്രന്ഥം സാക്ഷ്യപ്പെടുന്നത് ഇങ്ങനെയാണ്: അയാൾ കർത്താവിനോട് ഒട്ടിച്ചേർന്ന് നിന്നു, അയാൾ ദൈവത്തിൻ്റെ മുമ്പിൽ വിശ്വസ്തനായിരുന്നു, കർത്താവിൻ്റെ മുമ്പിൽ നീതിയായത് പ്രവർത്തിച്ചു. അങ്ങനെ ദൈവത്തിൻ്റെ ഹൃദയത്തോട് ഇണങ്ങി നിന്ന ഒരു രാജാവാണ് ഹെസക്കിയ. ഒരു 25-ാം വയസ്സിൽ രാജാവാകുന്നു. 10-29 വർഷത്തോളം യൂദായെ ഭരിക്കുന്നു. അവൻ ചെയ്തതെല്ലാം ഐശ്വര്യമായി മാറി. അവൻ കർത്താവിനോട് ഒട്ടിച്ചേർന്ന് നിന്നതുകൊണ്ട് അവൻ ചെയ്തതെല്ലാം ഐശ്വര്യമായി മാറിയെന്നാണ് രാജാക്കന്മാരുടെ 2-ാം പുസ്തകം അതിൻ്റെ 18-ാമത്തെ അധ്യായം സാക്ഷ്യപ്പെടുത്തുക. അടുത്തൊരു അധ്യായത്തിൽ വലിയൊരു സംഭവം നടന്നതിന് ശേഷം ഒരു ആക്രമണത്തെക്കുറിച്ചുള്ള സൂചനകളൊക്കെ കാണിച്ച് വിശുദ്ധ ഗ്രന്ഥം നമുക്ക് ഹെസക്കിയയുടെ ജീവിതത്തിൽ സംഭവിച്ച വലിയൊരു മാറ്റത്തെക്കുറിച്ച് നമ്മൾ കാണിച്ചു തരുന്നുണ്ട്. രാജാക്കന്മാരുടെ 2-ാം പുസ്തകം 20-ാം അധ്യായം ആരംഭിക്കുന്നത് ഇങ്ങനെയാണ്: ഹെസക്കിയ രോഗബാധിതനായി മരണത്തോടടുത്തു. അയാൾ രോഗശയ്യയിലായി. ഇനി ഒന്നും ചെയ്യാനില്ല, വൈദ്യന്മാർ കൈവിടുന്ന ഒരവസ്ഥ. അയാൾ ദൈവത്തിൽ ആശ്രയിച്ച് നിൽക്കുന്ന ഒരു വ്യക്തിയാണ്, ദൈവത്തോട് ചേർന്ന് നിൽക്കുന്ന വ്യക്തിയാണ്. എന്നിട്ടും
രോഗങ്ങൾ അയാളെ ബാധിച്ചു. ചെറിയ രോഗമല്ല, മരണത്തിൽ എത്തിക്കാൻ സാധ്യതയുള്ളൊരു രോഗം. ഇയാളെ സഹായിക്കാൻ, ഒരുപക്ഷെ ഇയാളെ പ്രാർത്ഥിക്കാൻ, ഇയാളെ അനുഗ്രഹിക്കാൻ വേണ്ടി ദൈവം യെശയ്യാ പ്രവാചകൻ അയക്കുന്നുണ്ട്. ദൈവത്തിന്റെ പ്രചോദനത്താൽ പ്രവാചകൻ കൊട്ടാരത്തിലേക്ക് വരുമ്പോൾ യെശയ്യാ പറയുന്ന ഒരു വാക്കുണ്ട്: രാജാവേ, കാര്യങ്ങളെല്ലാം ക്രമപ്പെടുത്തിക്കൊള്ളുക, എന്തെന്നാൽ നീ മരിക്കും, നീ സുഖം പ്രാപിക്കില്ല. ഒരു രോഗിക്ക് കേൾക്കാൻ പറ്റുന്ന ഏറ്റവും ആഘാതമേറിയ വാർത്തയാണത്. ഞാൻ സൗഖ്യപ്പെടില്ല എന്നൊരു വാർത്ത. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഒരുപക്ഷെ ഒരുപാട് കാലങ്ങളായിട്ട് മരുന്ന് കഴിച്ച് ഒരുപാട് ആശുപത്രികളൊക്കെ കയറി ഇറങ്ങി ഒത്തിരി പ്രാർത്ഥിച്ചിട്ടും രോഗം മാറുന്നില്ല എന്ന് ഓർക്കുമ്പോൾ നമ്മുടെ ഉള്ളിലേക്ക് ഈ ഒരു വാക്ക് ഒരു ശാപം പോലെ ആഞ്ഞ് തറച്ച് കയറിയിട്ടുണ്ടാകാം. നീ സുഖം പ്രാപിക്കില്ല, നീ മരിക്കും. കർത്താവ് പക്ഷേ തരുന്ന വാഗ്ദാനം എന്താണെന്നറിയോ? അവന് നിന്നെ സൗഖ്യപ്പെടുത്താൻ ഒരു നിമിഷം മതി, ഒരു നിമിഷം മതി. ഹെസക്കിയായോട് യെശയ്യാ ഇത് പറഞ്ഞതിന് ശേഷം തിരിച്ചിറങ്ങി പോകുന്നുണ്ട് കൊട്ടാരത്തിൽ നിന്ന്. ഹെസക്കിയാ എന്താ ചെയ്യുന്നതെന്നറിയോ? അയാള് കർത്താവിങ്കിലേക്ക് മുഖം തിരിക്കുകയാണ്, ഭിത്തിയിലേക്ക് മുഖം തിരിച്ചിട്ട് ഒറ്റ കാര്യം പറഞ്ഞ് പ്രാർത്ഥിക്കുകയാണ്: കർത്താവേ, ഞാൻ എത്ര നീതിയോടെ വിശുദ്ധിയോടെ കൂടിയാണ് നിന്റെ മുമ്പിൽ നിന്നതെന്ന് നീ ഓർക്കണം. ഇത് പറഞ്ഞ് ഹെസക്കിയാ കരഞ്ഞു. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു കണ്ണുനീര് നമ്മൾ ഒഴുക്കേണ്ടതുണ്ട്. വിശ്വസിക്കുന്ന കർത്താവ് സൗഖ്യപ്പെടുത്തുമെന്ന ബോധ്യം കിട്ടുമ്പോൾ ഒഴുക്കേണ്ട ഒരു കണ്ണുനീർ. യെശയ്യാ പ്രവാചകൻ കൊട്ടാരത്തിന്റെ അങ്കണം വിട്ട് പോകുന്നതിന് മുമ്പേ ദൈവം തീരുമാനം മാറ്റി സൗഖ്യം കൊടുത്തു. അയാൾ 15 വർഷം കൂടെ ജീവിച്ചിരുന്നു എന്നാണ് നമ്മൾ വിശുദ്ധ ഗ്രന്ഥത്തിൽ വായിക്കുക. ഇതാ ഈ സമയം ഈശോ അങ്ങനെ ഒരു സൗഖ്യം കൊണ്ട് നിന്നെ ഇപ്പം അനുഗ്രഹിക്കാൻ വേണ്ടി ഒരുങ്ങുകയാണ്. ഹെസക്കിയാ അന്ന് പ്രാർത്ഥിച്ചതുപോലെ ഈ സമയം നീ പ്രാർത്ഥിക്കണം. 2 കരങ്ങളും ഈശോയിലേക്ക് നീട്ടിപ്പിടിക്കാം. കർത്താവേ, എത്ര വിശ്വസ്തയോടെ, എത്ര നീതിയോടെ, എത്ര വിശുദ്ധിയോട് കൂടെ, ഹൃദയത്തോടു കൂടെയാണ് ഞാൻ നിന്റെ മുമ്പിൽ നിന്നെന്ന് ഓർക്കണമേ. എനിക്ക് സൗഖ്യം തരണമേ കർത്താവേ എന്ന് പ്രാർത്ഥിക്കാം. എൻ്റെ പ്രിയപ്പെട്ടവരെ സൗഖ്യപ്പെടുത്തണേ എന്ന് പ്രാർത്ഥിക്കാം. കരകൾ 2 ഈശോയിലേക്ക് നീട്ടിപ്പിടിച്ച് അവിടുത്തെ ആശീർവാദം സ്വീകരിക്കുന്ന ഈ സമയം തന്നെ വലിയൊരു സൗഖ്യത്തിന്റെ സാമീപ്യം നമ്മളായിരിക്കുന്ന ഇടങ്ങളിലേക്ക്, നമ്മുടെ പ്രിയപ്പെട്ടവരിലേക്ക്, അവരായിരിക്കുന്ന രോഗശൈലിയിലേക്ക്, ആശുപത്രികളിലോ ഭവനങ്ങളിലോ സങ്കടങ്ങൾ അനുഭവിക്കുന്നെങ്കിൽ ഈശോ ഈ സമയം നിന്റെ അടുത്തേക്ക് ഇറങ്ങി വന്ന് നിന്നെ അനുഗ്രഹിക്കുകയാണ്. സ്വരമുയരട്ടെ, ഹൃദയം തുറക്കട്ടെ, അവിടുത്തെ സ്തുതിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് തമ്പുരാന്റെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. ഹല്ലേലൂയ. യേശുവേ, ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, ആരാധന, 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 ഹല്ലേലൂയ. യേശുവേ, ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, ആരാധന. ആയിരുന്നോനും ആയിരിക്കുന്നോനും വരുവാനിരിപ്പോനും സർവശക്തനും നിത്യനുമായ ദൈവ കുഞ്ഞാടേ, നീ മാത്രം പരിശുദ്ധൻ, പരിശുദ്ധൻ. നിത്യനുമായ ദൈവ കുഞ്ഞാടേ, നീ മാത്രം പരിശുദ്ധൻ, പരിശുദ്ധൻ. നീ മാത്രം പരിശുദ്ധൻ, പരിശുദ്ധൻ. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അമ്മയോട് ചേർന്ന് ഒരു കുഞ്ഞു കാര്യം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് നമ്മൾ ചെയ്യാനുള്ള ഒരു വലിയ പുണ്യപ്രവൃത്തി. നമ്മളിന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിച്ചത് നമ്മുടെ ഇടയിലെ രോഗികൾക്ക് വേണ്ടിയിട്ടാണല്ലോ. 3 എത്രയും ദയുള്ള മാതാവേ പ്രാർത്ഥന. നമുക്ക് ആ പ്രാർത്ഥന കാണാപ്പാടെ അറിയാം. ആ പ്രാർത്ഥന എത്രയും ദയുള്ള മാതാവേ എന്നുള്ള ശക്തമായൊരു പ്രാർത്ഥന
3 തവണ നമുക്കിന്ന് നേറ്റുചൊല്ലി പ്രാർത്ഥിക്കാം. നമ്മുടെ ഇടയിലുള്ള രോഗികൾക്ക് ഈശോയുടെ വലിയൊരു സൗഖ്യദായകമായ സ്പർശനം ഇന്ന് തന്നെ അവരനുഭവിച്ചറിയാൻ വേണ്ടി നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. ഈശോ നിങ്ങളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ അമ്മയുടെ പ്രത്യേക സ്നേഹം നിങ്ങൾ ഓരോരുത്തരും അനുഭവിച്ചറിയാൻ ഇടയാവട്ടെ. ആമേൻ. പ്രാർത്ഥനാ നിയോഗങ്ങളെ സമർപ്പിച്ച് ഒക്ടോബർ മാസത്തിൽ അധികമായി ഒരു ജപമാലയെങ്കിലും ചൊല്ലി ഇനിയും ശാലോം ജപമാല സഖ്യത്തിൽ പങ്കുചേരാൻ ആഗ്രഹിക്കുന്നവർ ബന്ധപ്പെടുക. ഫോൺ നമ്പർ 0496 266 4600, 0496 266 4664. മെസ്സേജ് അയക്കാൻ വാട്സാപ്പ് നമ്പർ 9605818881. ഇമെയിൽ prayer@shalomonline.net. ജപമണികളിലൂടെ ഈശോയിലെത്താൻ ദൈവം തന്നൊരു നിധിയാണമ്മ. ജീവിത വ്യഥകളിൽ നീറിടുമ്പോൾ താങ്ങായെത്തുന്നോരമ്മ. താങ്ങായെത്തുന്നോരമ്മ. അമ്മേ എന്നമ്മേ, ഈശോയുടെ അമ്മേ, സഹനത്തിൻ കൂട്ടായി വരണേ. കാൽവരി ക്രൂശിൽ ഈശോയെ നോക്കാൻ സ്നേഹത്തിൻ കൂട്ടായി വരണേ. സ്നേഹത്തിൻ കൂട്ടായി വരണേ. സ്നേഹത്തിൻ കൂട്ടായി